നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കൃപാലുവായ ദൈവം സാവകാശങ്ങളെ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പുതുതായി പല സഹോദരങ്ങളും നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സഹോദരങ്ങളെല്ലാം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. നമുക്ക് ആവലോടെ കാത്തിരിക്കാം, പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കുറേ ആഴ്ചകളായി ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഇരിക്കുന്ന വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ച് ഒരു പ്രത്യേക വിഷയം നമ്മൾ ഇന്ന് സംസാരിക്കുകയാണ്. പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. ചില പ്രിയപ്പെട്ടവർക്കൊക്കെ ഗ്രഹിക്കാൻ പാകത്തിന് പൊതുവായ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ മെസ്സേജ് നമ്മൾ പബ്ലിക്കിലേക്ക് വിട്ടതിന് ശേഷം പലവിധമായ ചോദ്യങ്ങളും പലവിധമായ കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് കടന്നു വന്നു. ആ മെസ്സേജിലെ ചില ഭാഗങ്ങൾ, അതായത് ഈ 1.5 മണിക്കൂറുള്ള മെസ്സേജൊന്നും ആളുകൾ കേൾക്കില്ല. വളരെ കുറച്ച് ആളുകളെ കേൾക്കുകയുള്ളൂ. സാധാരണ ആളുകൾ പറയുന്ന മാക്സിമം 5 മിനിറ്റ് എന്നാണ്. എല്ലാം കംപ്രസ് ചെയ്ത് 5 മിനിറ്റിൽ കൊണ്ടുവരണം. പിന്നെ ഒരു 60 സെക്കൻഡുള്ള റീലാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യമാണെന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ആളുകളുടെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് നമ്മളിതെല്ലാം കഷ്ണങ്ങളായിട്ട് മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഭക്ഷിക്കുകയാണെങ്കിൽ ഭക്ഷിക്കട്ടെ എന്നോർത്ത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം അതിലെ ഒരു ചെറിയ പീസ്, അതായത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളല്ല, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ദൈവമക്കളാകുവാനുള്ളൊരു സാവകാശം ഇപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞ ആ ഭാഗം മാത്രം നമ്മൾ പുറത്തിട്ട് കൊടുത്തു. കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ എന്നോർത്ത്. എൻ്റെ ദൈവമേ, അതൊരു 10,25,000 പേർക്കടുത്ത് കണ്ടു. ഒരു 100 പേരെങ്കിലും അതിൻ്റെ കമൻസിൽ കടന്നു വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പല ഗോത്രങ്ങളിൽപ്പെട്ട ആൾക്കാർ. ചിലതൊക്കെ ഗോത്രഭാഷയിൽ തന്നെയാണ്, ഗോത്രഭാഷ. ചിലതൊക്കെ ഡീകോഡ് ചെയ്തെടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം പെൻഡിങ് വെച്ചു, അതിലേക്ക് അധികം നോക്കാതെ. നീ ആരടാന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതൊക്കെ പറയാൻ. അപ്പോൾ ഈ കാത്തലിക് ഓർത്തഡോക്സ് സൈഡിലുള്ള ആൾക്കാരെല്ലാം വന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല, എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അപൂർവം ചില ബെന്തിക്കോസുകാരും ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ ഏതാണ്ട് അതേ നിലയിൽ രേഖപ്പെടുത്തി. അപ്പോൾ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചത്തെ ആ മെസ്സേജിൽ നിന്ന് പലവിധമായ ചോദ്യങ്ങൾ, അതുപോലെ പറഞ്ഞ കാര്യത്തിൽ ചിലർക്ക് മനസ്സിലായില്ലെന്നൊക്കെയുണ്ട്. അതുകൊണ്ട് ഇന്നും ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ക്ലാരിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് വന്ന ചില ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഏരിയാസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട്. നമ്മളിങ്ങനെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേട്ട കാര്യം നമ്മുടെ പ്രിയപ്പെട്ടവർ ഗ്രഹിക്കണം, അതിൽ ഉറക്കുകയും ചെയ്യണം. അല്ലാതെ ഇങ്ങനെ പുതിയത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എങ്ങും എത്താതെ പോകും. അപ്പോൾ ഓരോന്നിലും തറവാകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിലും തറവാകേണ്ടതുണ്ട്. ചില ആൾക്കാരൊക്കെ എന്നെ ഫോൺ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. ചില പ്രായമുള്ള ആൾക്കാരൊക്കെ, അവരൊക്കെ ചില ഫാൻസ് അസോസിയേഷനിൽ പെട്ട ആൾക്കാരാണ്. അവർക്ക് വേദനയുണ്ടാക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ പ്രസംഗത്തിനകത്ത് വന്നു എന്നാണ് പറയുന്നത്. ചില വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചല്ലോ, ആ വീഡിയോസൊക്കെ കാണിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അസന്നിഗ്ധമായിട്ടൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായവൻ്റെ ദാസൻ പറയുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കളഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഈ പറയപ്പെട്ട പുള്ളികളൊക്കെ ഈ വചനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ആളുകളെയൊന്നും സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരല്ല. ഇവർ ആത്മാവിൻ്റെ പ്രകാശനത്തിലല്ല ഇതൊക്കെ പറയുന്നത്. വെറും മാനുഷിക ബുദ്ധിയിൽ അതിവൈകാരികമായി, അതായത് ഹൈലി ഇമോഷണലി ആളുകളെ ചാർജ് ചെയ്ത് നിർത്തുകയാണ്. തങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ പാകത്തിന് ഇവർ ആളുകളെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരക്കാരായ ചില ആളുകളെ തുറന്ന് കാട്ടേണ്ട ചില സാഹചര്യങ്ങൾ വന്നു. അതായത് ചില പ്രിയപ്പെട്ടവർ പറയുന്നത്, നമ്മൾ ഈ മെസ്സേജിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് പറയാറുണ്ടല്ലോ. അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ചില സഹോദരന്മാർക്കൊക്കെ ചില സമയത്തൊക്കെ വലിയ ഹൃദയവേദനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് 1-2 സഹോദരിമാരുടെ കാര്യം ഞാൻ സൂചിപ്പിക്കാം. അവർ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങനെ വിശ്വാസമാർഗത്തിൽ വന്നവരാണ്. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങനെ വിശ്വാസമാർഗത്തിൽ വന്നവരാണ്. അപ്പോൾ അവർ പറയുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. കേട്ടില്ല, എന്തിനാ അങ്ങനെ പറയുന്നതെന്നോ? എങ്ങനെ പറയുന്നത്? വചനവിരുദ്ധമായ കാര്യങ്ങളെ ദൈവത്തിൻ്റെ ദാസനെന്നുള്ള നിലയിൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അങ്ങനെയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്.
അത് നമ്മുടെ കാര്യം മാത്രം പറഞ്ഞങ്ങ് പോയാൽ പോരെ, വേറെ കാര്യങ്ങളൊക്കെ എന്തിനാ പറയുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഭയങ്കര ചോദ്യം അത്. നോക്കണം, ഇവർ ഇന്നലകളിൽ പൂജിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആരെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ അവർ റിലീജിയസ് ആയിട്ട് അതിൽ വളരെ ശ്രദ്ധാലുക്കളായി എല്ലാ ബാഷ്പാഞ്ജലിയും പുഷ്പാഞ്ജലിയും എല്ലാം അർപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാന്ന് ഓർക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ സുവിശേഷം കേട്ടത്. ചില ദൈവദാസന്മാർ അവരോട് പറഞ്ഞു കാണും, ഏത് വിധത്തിലെല്ലാമാണെന്ന് നമുക്കറിയില്ല, ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലുമൊക്കെ ഇവരോട് ഈ കാര്യങ്ങൾ സന്ദേശം അറിയിച്ചു കാണും. ആ സന്ദേശം അറിയിക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? മറ്റൊരുത്തരിലും ആത്മരക്ഷയ്ക്ക് ഒരു വഴിയില്ലെന്നാണ്. ആത്മരക്ഷയ്ക്ക് ഒരേ ഒരു വഴി ഇതാന്നാ. അപ്പോൾ അവർ ഇന്നലകളിൽ വച്ച് പൂജിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ വഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആത്മാവിൻ്റെ കാര്യം ട്രബിളിലാകും. മരണാനന്തരം ആലുവപ്പുഴയുടെ തീരത്ത് പോയി കാക്കയെ നോക്കി ഇങ്ങനെ കൈ കൊട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. കാക്കയെ നോക്കി കൈ കൊട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇന്ന് നീ നിൻ്റെ പാപം തിരിച്ചറിഞ്ഞുകൊണ്ട് പാപിയാണെന്ന് സമ്മതിച്ചു കഴിയുമ്പോൾ രക്ഷകനായ ക്രിസ്തു നിൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യും, അല്ലെങ്കിൽ ജനിക്കും എന്നൊക്കെയുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ക്രിസ്തു ഉള്ളിൽ ഉരുവായി കഴിഞ്ഞാൽ തൽക്ഷണം നിത്യജീവനകത്തേക്ക് വരികയാണ്. നിത്യജീവൻ വന്നത് പരമാർത്ഥമാണെങ്കിൽ നീ മരണമില്ലായ്മയിലേക്ക് കടക്കുകയാണ്. ഇനി മരണത്തിന് നിൻ്റെ മേലൊരു അധികാരമില്ല, നീ മരണത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നൊക്കെയാണ് ഈ ആളുകൾ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവർ അങ്ങനെയൊക്കെയല്ലേ ഗ്രഹിച്ചത്, ഏതെങ്കിലും വിധത്തിലൊക്കെ അങ്ങനെ ഗ്രഹിച്ചല്ലോ. അപ്പം നിലവിലുള്ള ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഒരു പാതയിലേക്ക് അവർ വരികയാണ്. അങ്ങനെ വന്നവരാ പറയുന്നത് ഇങ്ങനെയൊക്കെ എന്തിനാ പറയുന്നതെന്ന്. അത് കൊള്ളാം. ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ തെളിക്കുന്ന പാത തെറ്റായ പാതയാണെന്ന് മനസ്സിലാക്കിയ ഒരു ദൈവദാസൻ എന്ന നിലയിലല്ലേ ഞാൻ ഈ കാര്യങ്ങളെ പറയുന്നത്. അല്ലാതെ എനിക്ക് ചുമ്മാ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് അനേകരെ കുഴിയിലേക്ക് ചാടിക്കും. ആ ബസ്സിൻ്റെ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ബ്രേക്ക് പോയിരിക്കുന്നതാണ്. ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിലിരുന്നാണ് ആളുകൾ ചിരിച്ച് കളിച്ച് ഇങ്ങനെ പോകുന്നത്. ഒടുക്കം അത് പോയി വലിയ കൊക്കയിലേക്ക് പോയി എല്ലാം ഇടിച്ച് തകർന്ന് തരിപ്പണമായി പോകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടോളാൻ. അങ്ങനെ പറയേണ്ട ഒരു മര്യാദ നമുക്കില്ലേ? ആ വണ്ടിയുടെ ബ്രേക്ക് പോയതാന്ന് പറയുന്നത് ഒരു അവിവേകമാണോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല. ബ്രേക്ക് ഇല്ലാത്ത വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്ന് പറയുന്നൊരു സത്യമാണ്, ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ആണത്. അത് മറച്ചു വയ്ക്കുന്നതല്ലേ വ്യാജം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറെ ചില സഹോദരങ്ങൾ, ഈ യാക്കോബായ ഓർത്തഡോക്സ് അങ്ങനെയൊക്കെയുള്ള കൂട്ടങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർ ഇന്നലകളിൽ പുണ്യവാളന്മാരുടെ പുറകെയും ഈ കല്ലറകൾ തേടിയും അങ്ങനെ എന്നു വേണ്ട എന്തെല്ലാം സ്ഥലങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന മനുഷ്യരാണെന്നറിയാവോ? ഒരു ഭയങ്കരമായിട്ട് ശയനപ്രദീക്ഷണമൊക്കെ ചെയ്ത് നടന്ന ആൾക്കാരാണ്. എന്നാൽ അവർ സുവിശേഷം കേൾക്കുകയും ഏതൊക്കെയോ വിധത്തിൽ അങ്ങനെ ഈ മാർഗത്തിലേക്ക് വരികയൊക്കെ ചെയ്തു. ഈ മാർഗത്തിലേക്ക് വന്നിട്ട് പിന്നത്തേതിൽ മുൻപോട്ടുള്ള യാത്രയിൽ തെറ്റായ ചില കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ തെറ്റായ പഠിപ്പീരുകളോ കാര്യങ്ങളോ ഒക്കെ കേട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് തെറ്റായ സ്പിരിറ്റിനാലുള്ള ഒരു നടത്തിപ്പിലേക്ക് അവർ കടന്നുപോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ പൊതുവിൽ പ്രസംഗിക്കും, അത് ലോകത്തിൻ്റെ ആത്മാവാണ്, ലോകത്തെയും ലോകത്തിനുള്ളതെയും സ്നേഹിക്കരുത്. അങ്ങനെ ലോകത്തിൻ്റെ കാര്യം വന്ന് പ്രസംഗിക്കുന്നവൻ ലോകത്തിൻ്റെ ഏജൻ്റാണ്, അവനെ വിശ്വസിച്ചുകൂടാ. നമ്മുടെ നിത്യതയാണ് തടയപ്പെടുന്നത്. ഇവിടെ ഏറ്റവും സീരിയസ് ആയ വിഷയം നമ്മുടെ നിത്യതയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ സൗരങ്ങൾ പറയുക, അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് നോക്കണം. ഇന്നലകളിൽ പലരും അവരോട് പറഞ്ഞു, ഈ മാതാവിനെ വിളിക്കുന്നത് ശരിയല്ല, പിന്നെ എന്നാ ഈ പുണ്യവാളന്മാരുടെ പുറകെ പോകുന്നത് ശരിയല്ല. നമ്മളെന്തിനാ ഇപ്പോഴും ഇങ്ങനെ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്? അതൊക്കെ വിട്ടുകളാന്നേ, മറിയ ഭക്തിയൊക്കെ വിട്ടുകളാ, ക്രിസ്തു ഭക്തിയിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ച് കൊണ്ടുവന്നതാ. അപ്പോൾ അങ്ങനെ പറയുന്നതൊന്നും തെറ്റല്ല, കുറ്റമല്ല. അതായത് ഇപ്പം ഞാൻ ഒരു ദേവദാസൻ എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് വിചാരിച്ചോ, അയ്യോ ഇതൊക്കെ തെറ്റാണ്, വിഗ്രഹാരാധന തെറ്റാണ്, കൊന്ത എത്തിക്കുന്നതിൻ്റെ ആവശ്യമില്ല, പിന്നെ പുണ്യവാളന്മാരുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾ പറയും, കൊള്ളാം, ആ പാസ്റ്റർ നല്ല സത്യസന്ധമായി കാര്യങ്ങളെ പറയാമെന്ന്. അതേസമയം ഈ പെന്തക്കോസ്റ്റ് എന്നുള്ള ലേബലിൽ വ്യാജ പെന്തിക്കോസ്റ്റുകളുണ്ട്. അതായത് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ അവർ ഉയർത്തിക്കൊണ്ട് വരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ആശയങ്ങളാണ്. ഇരുളിൻ്റെ അധികാരിയാണ് അവരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെ തുറന്നു പറയേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അത് പറയുമ്പോൾ ആളുകൾ പറയുകയാണ്, അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ചോദ്യമായി എനിക്ക് ചോദിക്കാനുള്ളൂ, നിങ്ങൾ ഏത് ആത്മാവാണ് നടത്തുന്നത്?
പരിശുദ്ധാത്മാവാണെങ്കിൽ എപ്പോഴും സത്യത്തിൻ്റെ പാതയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. എപ്പോഴും സകല സത്യത്തിലും നടത്തുന്ന ഈ ആത്മാവാണ്. ശകലം സത്യത്തിലല്ല, സകല സത്യത്തിലും വഴി നടത്തും. സത്യവിരുദ്ധമായ വഴികളിൽ നിന്ന് നമ്മെ പുറത്തേക്ക് കൊണ്ടുവരുവാനാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അതിന് തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കും. അവർ കർക്കശമായി സംസാരിക്കും, അവർ ഗൗരവമായി കാര്യങ്ങളെ അവതരിപ്പിക്കും. അന്നേരം നമ്മളങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പറയുന്നത് വചനവുമായിട്ട് ഒത്തുപോകുമോ ഇല്ലയോ എന്ന് നോക്കുക. ഒത്തുപോകുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യം ആര് പറഞ്ഞാലും, ഏത് കൊമ്പത്തെ ആൾ പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിന് നിരക്കുന്ന കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കണം, അതിന് ആമേൻ പറയണം. അതാണ് ഭക്തന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത്. അതാണ് ഒരു ഹൃദയനുറുക്കമുള്ളൊരു ദൈവ പൈതലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ അവർ പ്രതികരിക്കുന്ന രീതികളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞത്. അപ്പോൾ ആ മെസ്സേജിൻ്റെ തുടക്ക സമയത്ത് ചില സഹോദരങ്ങൾ ഈ കാൽവിനിസത്തെക്കുറിച്ചൊക്കെ പറയേണ്ടതുണ്ട് എന്ന് ഞാൻ അവരോടായിട്ട് പറയുമായിരുന്നു. നമുക്ക് വരും ദിവസങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം, അതിനെ ഒരു സാവകാശം കിട്ടുമ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാൽവിനിസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞത്, ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, ആ കാരണത്താൽ എനിക്ക് കാൽവിനിസത്തെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു കാൽവിനിസ്റ്റേ അല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ ആത്മാവിലുള്ള ആരാധനയും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനൊക്കെ എതിർക്കുന്നവരുണ്ട്. അപ്പം ഞാനും അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ പെന്തിക്കോസിൽ നിന്ന് രാജിവെച്ചിട്ട് പുറത്തു പോകേണ്ടി വരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രദറൻ കൂട്ടായ്മയിലോ ബാപ്റ്റിസ്റ്റിലോ ഒക്കെ പോയി കയറാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെന്താ ബ്രദറുകാർ ദൈവമക്കളല്ലേ, അതെന്താ ബാപ്റ്റിസ്റ്റുകാർ അങ്ങനെയല്ലേ, ഇവരങ്ങനെയല്ലേ, മർത്തോമക്കാർ ദൈവമക്കളല്ലേ, പിന്നെ ആരൊക്കെയോ ദൈവമക്കളല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആ മനുഷ്യനോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചെങ്കിലും പുള്ളി ഒന്നും കേൾക്കാൻ തയ്യാറല്ല, യാതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് പിന്നെ ഫോൺ സംഭാഷണം അങ്ങ് അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ സഹോദരങ്ങളെ, മേലാൽ നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഒറ്റ വരിയിൽ നമ്മൾ പറഞ്ഞു വിടുകയാണ്. അതായത് നമ്മൾ ബ്രദറുകാരെക്കുറിച്ചോ മറ്റവരെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. നമ്മൾ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിൽക്കുന്നു, അതിൻ്റെ ഉപദേശ സംഹിതകളുമായി മുറുകെ പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ സമൂഹം വളരെ ഗൗരവമായി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് ആത്മാവിൽ നിറയപ്പെടേണ്ടതിൻ്റെ അനിവാര്യത. അങ്ങനെ ആത്മാവിൽ നിറയപ്പെട്ടവർ അതിൻ്റെ അടയാളം എന്ന നിലയിൽ അവർ അന്യഭാഷയിൽ സംസാരിക്കും, അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, അന്യഭാഷയിൽ പാടും, അങ്ങനെയൊക്കെ സംഭവിക്കും അവരുടെ ജീവിതത്തിൽ. ഈ കഴിഞ്ഞ മണ്ടയിൽ ഞാൻ താമസിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു കൂട്ടായ്മയിൽ എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അവിടെ ഒന്ന് മെസ്സേജ് കൊടുക്കാനായിട്ട് ഞാൻ ബൈക്ക് ഓടിച്ചു പോവുകയാണ്. അങ്ങനെ ആ പോകുന്നത് നല്ല ദൂരത്തിലേക്കാണ്. ആ പോകുന്നത് രാവിലെ സമയത്താണ്. ട്രാഫിക് ഇങ്ങനെ കൂടിക്കൂടി വരുന്നേ ഉള്ളൂ. കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് പോകുന്ന ആ സമയത്ത് ഞാൻ ചില പഴയ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത്. പാട്ട് ഹെൽമെറ്റിനകത്ത് കിടന്നിങ്ങനെ കറങ്ങൊന്നും പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ പാട്ടൊക്കെ ആത്മാവിലും കൂടെ പാടിക്കൊണ്ട് പോവുകയാണ്. നല്ല ഒരു ഫ്ലോ ലഭിക്കുകയാണ്. അങ്ങനെ ആത്മാവിൽ പാട്ടുപാടി അങ്ങനെ ലക്ഷ്യത്തിലേക്ക് ചെല്ലുകയാണ്. ഞാൻ ആത്മാവിലുള്ള ആരാധനയോ ഈ പറഞ്ഞ കാര്യങ്ങളോ ഒക്കെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തു പെന്തിക്കോസ്താണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ ബ്രദറൻ സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അവർ ഈ കാര്യങ്ങളെ അംഗീകരിക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ പോയിരിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊന്നും ആരും കോപിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ധാരാളം ബ്രദറൻ സ്നേഹിതന്മാരുണ്ട്. ബ്രദറൻ സമൂഹത്തിൽപ്പെട്ട പലരുമായിട്ട് നല്ല സ്നേഹബന്ധങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് അവരോട് ബഹുമാനമാണ്, അതിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ ആളുകൾ വേറെ രീതി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനത്തെ ലൈനിലേക്ക് ഒന്നും കടന്നു പോയില്ല. സിമ്പിളായിട്ടുള്ളൊരു വാക്കേ പറഞ്ഞുള്ളൂ. ചില നാളുകൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ നമ്മൾ ദൈവവചനം പറഞ്ഞു പോയ കൂട്ടത്തിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളായിരുന്നു അന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ വിവാഹ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അവരുടെ മകനാകട്ടെ മകളാകട്ടെ ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ഗ്രൂപ്പിൽ നിന്ന് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഇരുളും വെളിച്ചവും തമ്മിൽ ചേരുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നിങ്ങളുടെ മകളെ ഒരു ന്യൂ ജനറേഷൻ ഗ്രൂപ്പിലേക്ക് കെട്ടിച്ചു കൊടുക്കുകയാണ്. പെന്തിക്കോസ് എന്നൊക്കെ പേരുണ്ടെങ്കിലും അത് ന്യൂ ജെൻ പെന്തിക്കോസ്താണ്. അവിടെ നിന്നൊരു വെങ്കൊച്ചിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാലും രക്ഷിക്കപ്പെടാത്തൊരു പെണ്ണിനെ കൊണ്ടുവരുന്നതായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ബാക്കി പെന്തിക്കോസിലൊക്കെ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ബാക്കി പെന്തിക്കോസിലും രക്ഷിക്കപ്പെട്ടതല്ല.
അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കിയും കണ്ടുമൊക്കെ ദൈവാലോചന ഗ്രഹിച്ച് കല്യാണം കഴിച്ച് അവരവർക്ക് കൊള്ളാം. അപ്പോൾ കല്യാണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ അന്ന് അത് പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ളവർ അവരുടെ വിവാഹാലോചനയോടുള്ള ബന്ധത്തിൽ അങ്ങനെ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ളവർ ബ്രദറൻ സമൂഹത്തിൽ നിന്ന് അങ്ങനെ അധികം കല്യാണം കഴിക്കാറില്ല. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ധാരാളം കല്യാണമൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ദൈവദാസന്മാർ ആ കാര്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കാറില്ല. ചില പണ്ഡിതന്മാർ അതിന് അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര പാണ്ഡിത്യമില്ലാത്ത ദൈവദാസന്മാരൊന്നും അത് അനുവദിക്കില്ല. അപ്പം ഞാനും അത് അനുവദിക്കുന്ന ആളല്ലെന്ന് അന്ന് പറഞ്ഞിരുന്നു. നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മെസ്സേജുകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ധാരാളം ബ്രദറൻ സമൂഹത്തിൽപ്പെട്ട നല്ലവരായ സഹോദരന്മാരുണ്ടായിരുന്നു, വളരെ നല്ല മനസാക്ഷിയൊക്കെയുള്ള പ്രിയപ്പെട്ടവർ. നമ്മുടെ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നിമിത്തം അവരൊക്കെ രാജിവെച്ച് പുറത്തുപോയി. ഇനി മേലാൽ നിങ്ങളുടെ പ്രസംഗം കേൾക്കില്ല, നിങ്ങൾക്ക് ബ്രദറുകാരോട് ഭയങ്കര ദേഷ്യമല്ലേ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. സഹോദരങ്ങളെ, എനിക്ക് ബ്രദറുകാരോട് ഒരു ദേഷ്യവുമില്ല. ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. കല്യാണ സംബന്ധമായ കാര്യത്തിൽ പെന്തിക്കോസുകാരി പെണ്ണിനെ ബ്രദറിലേക്കോ ബ്രദറുകാരി പെണ്ണിനെ പെന്തക്കോസിലേക്കോ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിക്രമം അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ബ്രദറുകാർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച മനുഷ്യരല്ലേ, അവർ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നവരല്ലേ. ആളുകൾ അവർക്ക് ആത്മാവില്ലെന്നൊക്കെ പറഞ്ഞു കളയും. ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. അവർ തുടർന്നുള്ള പല കാര്യങ്ങളോടും വിമുഖത കാണിക്കുന്ന ആൾക്കാരാണ്. അവർ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചൊക്കെ പറയുന്നവരാണ്. പക്ഷേ അന്യഭാഷ എന്നുള്ളൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ, പ്രവചനപരം എന്നുള്ളൊരു വിഷയത്തിലേക്കൊക്കെ വരുമ്പോൾ കീറാമുട്ടിയാവും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് രണ്ട് ഗ്രൂപ്പാണ്. നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയാണ്. ബ്രദറുകാരെ നമ്മൾ ബഹുമാനിക്കുന്നു, അവർ നമ്മളെ അത്രയും ബഹുമാനിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് നിശ്ചയമായ അവരോട് ബഹുമാനമുണ്ട്. കാരണം നമ്മളിന്ന് കാണുന്ന സോ കോൾഡ് പെന്തിക്കോസിലെ പ്രീച്ചേഴ്സ്, കൺവെൻഷൻ പ്രീച്ചേഴ്സ്, അവർ പ്രസംഗിക്കുന്നതും ബ്രദറൻ സമൂഹത്തിലെ എൽഡേഴ്സ് അവരുടെ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നതും തമ്മിൽ അതിൻ്റെ അന്തരം നമ്മൾ പഠിക്കണം. അതായത് ഇന്ന് പറയുന്ന ഈ പെന്തക്കോസിലെ വലിയ പങ്ക് പ്രീച്ചേഴ്സും ഹൈലി ഇമോഷണലായിട്ട് പ്രസംഗിച്ച ആളുകളെ ഇളക്കി മറിക്കാൻ നോക്കും. അമ്പും തുമ്പും ഇല്ലാതെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കളയും. അതേസമയം ബ്രദറുകാർ അവരുടെ കൺവെൻഷനുകളിലാകട്ടെ, അങ്ങനെയുള്ള കോർണർ മീറ്റിങ്ങുകളാകട്ടെ, അവിടെയൊക്കെ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുമെന്നോ, ഇങ്ങോട്ട് വാ എല്ലാം ശരിയാക്കി തരാമെന്നോ അങ്ങനത്തെ വാക്കുകളൊന്നും അവർ പറയില്ല. അവർ ക്രിസ്തുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണ്. അവരോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ടാകില്ലേ? അതെയോ ക്രിസ്തുവിനെ കണ്ടം തുണ്ടമായിട്ട് വെട്ടിനുറുക്കി ഒരു വിൽപ്പന ചരക്കെന്നുള്ള നിലയിൽ കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ ന്യൂജൻ പെന്തിക്കോസിനെയും അതിന് ഓശാന പാടുന്ന പെന്തിക്കോസുകാരോടുമാണോ എനിക്ക് റെസ്പെക്റ്റ്? ഞാനിതൊക്കെ നന്നായിട്ട് ഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ. പബ്ലിക്കിൽ ബ്രദറുകാർ പറയുന്നതും ഞാൻ പറഞ്ഞ ഈ കൂട്ടർ പറയുന്നതും തമ്മിലുള്ള അന്തരമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ബ്രദറുകാരോടൊന്നും അങ്ങനത്തെ ഒരു ഇതുമില്ല. പക്ഷെ കല്യാണക്കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു. എന്താണെന്ന് മനസ്സിലായോ? ഒരു പെന്തക്കോസുകാരി പെങ്കൊച്ചിനെ ഒരു ബ്രദറുകാരുടെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ, എൻ്റെ കർത്താവേ, ഒരു മാൻകുട്ടിയെ സിംഹക്കൂട്ടിലേക്ക് പറഞ്ഞു വിടുന്നതിന് തുല്യമായിരിക്കും. കാരണം എന്നാ, ആ വീട്ടിൽ ആ പയ്യനുണ്ട്, പയ്യൻ്റെ അപ്പനമ്മ, സഹോദരങ്ങൾ, മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അവർ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ പാടുകയാണ്. അങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുമ്പോൾ സാക്ഷികൾ സമൂഹം എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി വരിക സിയോൻ സഞ്ചാരിയെ. അങ്ങനെ പാടി ഏതാണ്ട് എത്താറായപ്പോഴത്തേക്കും പെങ്കൊച്ച ആത്മാവിലങ്ങ് നിറഞ്ഞു തുടങ്ങി. പിന്നെ അവൾ ചറപറാന്ന അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. ആ വീട്ടിൽ കലഹം ഉണ്ടാവുമോ ഇല്ലയോ? എല്ലാ ബ്രദറുകാരും എനിക്കൊരു മറുപടി തന്നാൽ മതി. നിങ്ങൾ ക്ഷമയോടെ സഹിഷ്ണുതയോടെ അന്നേരം ഇരിക്കുമോ? നിങ്ങൾ ഈ പെങ്കൊച്ചിനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ നോക്കില്ലേ? ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലേ? അതിനിട വരാതിരിക്കാനാണ് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ഇതിന് വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലേക്കൊക്കെ വേണേൽ മൊഴിമാറ്റം നടത്താം. നല്ല പച്ച മലയാളത്തിലാണ് പറയുന്നത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന്. അതുപോലെ തന്നെ അവിടെ നിന്നൊരു ബ്രദറൻ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവളിവിടെ വന്ന് പകച്ചു പോവില്ലേ? അവളുടെ കണ്ണൊക്കെ തള്ളി വരും, ആകപ്പാട് കൂടി പ്രശ്നമാകും. പിന്നെ അതിനെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും കൊണ്ടുപോയി. ഇതിനൊന്നും ഇടവരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ ബ്രദറൻ സഹോദരങ്ങൾ പൊറുക്കണം. നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളുമല്ല ഞങ്ങൾ പറഞ്ഞത്. വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങളെ കാണുന്നതും നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിനകത്ത് നമ്മളിങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ വിശുദ്ധ മറിയയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് കഴിഞ്ഞ മെസ്സേജിനകത്ത് ഞാൻ യേശുക്രിസ്തുവിന് ജന്മം നൽകാനായിട്ട് സ്വർഗം തിരഞ്ഞെടുത്ത വിശുദ്ധ മറിയയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. വിശദമായിട്ടല്ല പറഞ്ഞത്.
അത് അങ്ങനെ ഓടിച്ചങ്ങ് പറഞ്ഞു പോയതിന് ശേഷം ഞാൻ അടുത്ത ദിവസത്തെ മെസ്സേജുകളിൽ സംസാരിച്ചപ്പോൾ, അതായത് ഇവിടെ ലോക്കലൊക്കെയുള്ള ചില ചർച്ചുകളിലായിരുന്നു മീറ്റിങ്, അപ്പോൾ അവിടെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം അവിടെ കൂടുതൽ സംസാരിക്കാനിടയായി. അവർക്ക് മനസ്സിലായോ എന്ന് തമ്പുരാന് മാത്രം അറിയാം. അവരെല്ലാം ഇങ്ങനെ കണ്ണുപിഴിച്ച് കേട്ടിരുന്നു എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത്. കാരണം പാൽ കുടിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. ഞാൻ മോശമായിട്ട് പറയുന്നതല്ല കേട്ടോ, കൂടുതൽ ആളുകളും പാലൊക്കെ കുടിക്കുന്നവരാണ്. അപ്പോൾ അവർ ഈ കട്ടിയായതൊന്ന് ചവച്ച് കഴിക്കുന്നത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ ചവച്ചരയ്ക്കാനുള്ള പല്ലൊക്കെ ഉണ്ടാകണ്ടേ. പല്ലുണ്ടെങ്കിലേ ചവച്ചരയ്ക്കാൻ പറ്റുള്ളൂ. പല്ലുണ്ടാകണമെങ്കിൽ പ്രായത്തിനൊത്ത വളർച്ചയുണ്ടാകണം. 6 മാസം പ്രായമായ കൊച്ചിന് പല്ലുണ്ടാകുമോ? നിങ്ങളൊന്ന് നോക്കി, ഉണ്ടാകില്ല. ഒരു 8 മാസമെങ്കിലും കഴിയണം. പെങ്കൊച്ചാണെങ്കിൽ 8 മാസം കഴിയണം ഒരു ചെറിയ പല്ലൊക്കെ വരാൻ. ആങ്കൊച്ചാണെങ്കിൽ 1 വയസ്സും കഴിയും. അപ്പോൾ ഇവിടെ ഇത് എത്ര കൊല്ലമായി എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു ചെറിയ പൂപ്പല്ല് പോലും വന്നിട്ടില്ല പലർക്കും. കടിച്ച് ചവയ്ക്കട്ടെ ഇതൊക്കെ. അപ്പോൾ കടിച്ച് ചവയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്നതാ പാസ്റ്ററെ ആ പറഞ്ഞതെന്ന് ചോദിക്കുന്നത്. ചവച്ചരയ്ക്കാൻ പറ്റുന്നില്ല. എനിക്ക് കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഗ്രഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത് വാസ്തവം തന്നെയാണ്. ഞാൻ അംഗീകരിക്കുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു. കാരണം പല്ലില്ലാത്തതുകൊണ്ട് കടിച്ച് ചവയ്ക്കാനായിട്ട് ചവച്ചരയ്ക്കാനായിട്ട് പറ്റുന്നില്ല വേണ്ട വിധത്തിൽ. അതാണ് പലരുടെയും വിഷയം. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, പെട്ടെന്ന് കോപിച്ചേക്കരുത്. ഞങ്ങൾക്ക് പല്ലില്ലാന്നും കൂടെ പറഞ്ഞോ എന്ന് നാളെ പറയാനിടവരരുത്. അപ്പം ചില ആളുകളെ സംബന്ധിച്ച് ഞാനാ സൂചിപ്പിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു പോയത് വിശുദ്ധ മറിയോടുള്ള ബന്ധത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ആ ഭാഗമുള്ളത്. ആ ഭാഗം ഒന്ന് തുറന്നേ. ലൂക്കോസ് 1. ഇന്നത്തെ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിലെ പല ഭാഗങ്ങളും ഇങ്ങനെ സ്കാറ്റേഡായി കിടക്കുന്ന കാര്യങ്ങളെ കൊണ്ടുവന്ന് പറയുന്നൊരു മെസ്സേജായിരിക്കും ഇന്ന്. അല്ലാതെ ഒരു വാക്യം വായിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് അങ്ങ് പോവുകയല്ല. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായില്ലെന്ന് പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടല്ലോ. അതുപോലെ സംശയങ്ങൾ ചോദിച്ചവരുണ്ടല്ലോ, അതും ക്ലിയർ ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉദ്യമമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 1 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 26-ാം വാക്യം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ്: 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. മറിയ എന്ന് പറയുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആരെ അയച്ചു? ഗബ്രിയേൽ ദൂതനെ. സ്വർഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, ദൂതുവാഹിയായിട്ട് ഗബ്രിയേൽ ദൂതൻ വരികയാണ് മറിയയുടെ ഭവനത്തിലേക്ക്. മറിയയെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് എന്താ? മറിയയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ഇനി യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ഏത് നിമിഷം വേണമെങ്കിലും മണവാളൻ കടന്നു വരാം. ഏത് നിമിഷം വേണമെങ്കിലും മണവാളൻ കടന്നു വരാം. അതായത് മണവാളൻ്റെ പിതാവിൽ നിന്ന് അനുമതി ലഭിക്കണം മണവാളന്. യഹൂദന്മാരുടെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഈ മണവാളൻ മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരേണ്ടതിന് മണവാളൻ്റെ പിതാവ് മണവാളന് അനുവാദം കൊടുക്കണം. അനുവാദം എപ്പോൾ കൊടുക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. ആ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ തത്സമയം തന്നെ മണവാളൻ കടന്നു വന്ന് മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ കാണുന്നത് ആ പറയുന്ന കാര്യത്തെക്കുറിച്ച്, ആ നാളും നാഴികയെക്കുറിച്ചും പിതാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല, പുത്രനും കൂടെ അറിയുന്നില്ലെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ പുത്രൻ ദൈവമല്ലേ, പുത്രൻ ഇതൊന്നും അറിയില്ലേ എന്നൊക്കെയാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. വിശേഷിച്ച് ഈ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ, പിന്നീട് ഈ കാത്തലിക് ഓർത്തഡോക്സ് സൈഡിലൊക്കെയുള്ള മുട്ടാളന്മാരുണ്ട്. ആ ബിരുദന്മാരും ചോദിക്കും, പുസ്തകത്തിൽ ഇങ്ങനെയാണല്ലോ, ഇപ്പോൾ യേശു ദൈവമാണെന്നൊക്കെ പറയുന്നതിനകത്ത് വല്ല കഥയുണ്ടോയെന്ന് അവർ ചോദിക്കുന്നത്. മാമോദീസ വെള്ളം തലയിൽ വീണവന്മാരായി ചോദിക്കുന്നതെന്ന് ഓർക്കണം. അവൻ്റെ കത്തനാന്മാരിത് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ കത്തനാന്മാർക്ക് ഇത് അറിയാത്തതുകൊണ്ടായിരിക്കും പറഞ്ഞു കൊടുക്കാത്തത്. എന്തായാലും കൊള്ളാം. അപ്പോൾ ആ നാള് നാഴികയെ സംബന്ധിച്ച് പിതാവല്ലാതെ വേറെ ആരും ദൂതന്മാരൊന്നും അറിയുന്നില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് യഹൂദന്മാരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പിതാവ് മാത്രമാണ് ആ കാര്യം അറിയുന്നത്. പിതാവ് അനുവാദം കൊടുക്കുമ്പോഴാണ് മണവാളൻ വരുന്നത്. ആ കോൺടെസ്റ്റിലാണ് ഇവിടെ സുവിശേഷത്തിൽ അത് എഴുതിയിരിക്കുന്നത്. അതായത് മനുഷ്യപുത്രൻ തൻ്റെ മണവാട്ടി സഭയെ ചേർക്കാനായിട്ട് വരണമെങ്കിൽ പിതാവ് അനുവാദം കൊടുക്കണം. അത് ആ കോൺടെസ്റ്റിൽ പഠിക്കണം. വഴുതി മാറിപ്പോയി ചിന്തിക്കരുത്. അപ്പോൾ എന്താ യേശു അതൊന്നും അറിയാത്തതെന്നൊന്നും അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. ഈ കാര്യത്തിനെല്ലാം ഒരു ക്രമമുണ്ട്. അതതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമേ വചനം വ്യാഖ്യാനിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലൊക്കെ പാട്ട് പാടേണ്ടി വരും. അങ്ങനെ നമുക്ക് പാടാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞത്. എനിവേ, അപ്പോൾ ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മറിയോട് സംസാരിക്കുകയാണ്. അതായത് എന്താ സംസാരിക്കുന്നത്?
ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് നിന്നു. 28 വാക്യം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്നൊന്നും ഗബ്രിയേൽ പറഞ്ഞില്ല. ഈ വ്യാജന്മാർ എന്തെല്ലാം വ്യാജമാണ് പറഞ്ഞൊപ്പിച്ച് വയ്ക്കുന്നത്. 140 കോടിയുണ്ടോ 200 കോടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ കാര്യമുണ്ടോ? പറയുന്ന മുഴുവനും വ്യാജമാണ്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വത്തിന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഈ പുസ്തകത്തിൽ? ഇവിടെ എഴുതിയിരിക്കുന്ന കൃപ ലഭിച്ചവളെ, കൃപ ലഭിച്ചവളെ. കൃപ ലഭിക്കുന്ന ആർക്കാ? അത് തിരിച്ചറിയണം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നീ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഗ്രേറ്റ് പ്ലാനിൻ്റെ ഭാഗമല്ലേ മറിയ? ലോകസ്ഥാപനത്തിന് മുമ്പേ സ്വർഗം പ്ലാൻ ചെയ്തൊരു പ്ലാനിൻ്റെ ഭാഗമാണ് മറിയ. അതായത് മനുഷ്യചരിത്രം എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ സ്ത്രീയും പുരുഷനുമുണ്ട്. അതിൽ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ ഇതുപോലൊരു വനിതാരത്നം വേറെ ഇല്ലെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇതുപോലൊരു വനിതാരത്നം വേറെ ഇല്ല. ഈ പുസ്തകത്തിനകത്ത് ഒത്തിരി സഹോദരിമാരെ കുറിച്ച് നമ്മൾ കാണുന്നില്ലേ? അതായത് വലിയ ഊന്നൽ കൊടുത്ത് പറയുന്ന ഒരാളാണ് സാറ, റിബേക്ക, റാഹേൽ, അങ്ങനെ പലരെയും കുറിച്ച് പറയുന്നുണ്ട്. റൂത്ത്, എത്രയോ സ്ത്രീരത്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊന്നും മറിയയുടെ അടുത്ത് പോലും നിൽക്കില്ല. അതുപോലത്തെ ഗ്രേറ്റ് പ്ലാനാണ് മറിയയുടെ മേലുള്ളത്. നോക്കണം, മറിയയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാവന കാണണം. അന്നത്തെ കാലത്ത് ഒരു 15-നും 20-നും ഇടയ്ക്കൊക്കെ വയസ്സ് പ്രായമായിരിക്കും കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള യൗവനക്കാരിയായ വിവാഹനിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവളോടാണ് ദൂതൻ വന്ന് വന്ദനസ്വരം അറിയിക്കുന്നത്. അങ്ങനെ അവളോട് ആ വന്ദനസ്വരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചെന്നാണ് വായിക്കുന്നത്. ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. അതെന്തിനാണ് ഭ്രമിച്ചത് എന്ന് വെച്ചാൽ ഇതുവരെ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യവും കേട്ടിട്ടില്ല. ദൂതൻ്റെ പ്രത്യക്ഷതയോ ദൈവപ്രത്യക്ഷതയോ ഒന്നും കാണാത്ത ഒരു സാധാരണ ഒരു കുടുംബത്തിലെ, അതായത് ഒരു ആവറേജ് ഫാമിലിപ്പെട്ട ഒരു യൗവനക്കാരിയാണ് മറിയ. കാരണം അവരുടെ ഫാമിലി സെറ്റപ്പ് നമുക്കറിയാം. പിന്നീട് പ്രസവത്തോടുള്ള ബന്ധത്തിൽ ശുദ്ധീകരണത്തിന് പോകുമ്പോൾ ആടിനെയും കൊണ്ടൊന്നും അല്ല പോകുന്നത്, കുറുപ്രാവിനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഫാമിലി സെറ്റപ്പും അവരുടെ ഫാമിലിയുടെ GDP ഒക്കെ എത്രയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആ കുറുപ്രാവിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ഒന്ന് അന്താളിച്ചു പോയി എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് ദൂതൻ അവളോട് പറയുന്നത് തുടക്കത്തിൽ തന്നെ പറയാണ്, ഭയപ്പെടണ്ട. നമ്മൾ ആരാണേലും ഭയപ്പെട്ടു പോവില്ലയോ? ഒരു ദൂതൻ രാത്രിയിൽ വന്ന് നമ്മുടെ ലിസ സഹോദരിയോട് സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, അമേരിക്കക്കാരൊന്നും ആയതുകൊണ്ട് അത്ര ഞെട്ടലുണ്ടാകില്ലായിരിക്കും. ഇന്ത്യക്കാരാരെങ്കിലും സഹോദരിമാരോടൊക്കെയാണ് വന്ന് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഞെട്ടിപ്പോവും. ദൂതനെ കാണുന്ന വഴിക്ക് തന്നെ എൻ്റെ കർത്താവേ പകച്ചു പോകുന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അതുപോലത്തെ പ്രകാശത്തിലിങ്ങ് വരുമ്പോൾ ഇത് എന്താന്ന് പോലും പിടിയില്ലല്ലോ. ഇതുവരെ കണ്ടിട്ടൊന്നുമില്ലോ. നമ്മൾ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും ഇനി അസൽ ദൂതൻ തന്നെയാണോ ആർക്കറിയാം? യോശുവ ചോദിച്ചോല്ലോ, നീ ഞങ്ങളുടെ പക്ഷത്തുള്ളവനാണോ? അതൊക്കെ ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. ഞങ്ങളുടെ പക്ഷത്ത് തന്നെ ഉള്ളതാണോ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ മറിയ ഒന്ന് ഭ്രമിച്ചു എന്നൊക്കെയുള്ള സത്യമാണ്. ദൂതൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. കൃപ ലഭിച്ചവളേ, കൃപ ലഭിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. പിന്നീട് അതിൻ്റെ വിശദീകരണമാണ് താഴേക്കുള്ളത്. അപ്പോൾ അങ്ങനെ വിശദീകരണമൊക്കെ പറഞ്ഞു വന്നപ്പോൾ മറിയ ദൂതനോട്, 34 വാക്യം, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യണമെങ്കിൽ സാമാന്യം പ്രായപൂർത്തിയായ ഒരു യൗവനക്കാരിയാണെന്നുള്ളതാണ് ഞാൻ ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 6 വയസ്സുകാരിയെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 വയസ്സുകാരിയാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല. 6 വയസ്സുകാരിക്ക് എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ കൊടുത്താൽ വശത്താക്കി കൂടെ പിടിച്ചോണ്ട് പോവാം. ഇതിപ്പോൾ അങ്ങനത്തെ കാര്യമല്ല. ദൂതൻ വന്ന് സംസാരിച്ചപ്പോൾ ആദ്യം ഒന്ന് ഭ്രമിച്ചു പോയി എന്നുള്ള സത്യമാണെങ്കിലും പിന്നീട് തന്നെ സ്ഥലകാലബോധം വീണ്ടെടുത്തു. എന്നിട്ട് വളരെ കൃത്യമായിട്ടാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ നിലയിൽ ഞാൻ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. അതിന് ദൂതൻ കൊടുത്ത മറുപടി, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കുഞ്ഞുകളിയല്ല. കുഞ്ഞുകളിയാണോ? ഭയങ്കര സംഭവമാണ്. ദൂതൻ എന്നാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നാ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. വൻ കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മാനവചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഹിസ്റ്ററിയിൽ അങ്ങനെ എങ്ങാനും ഉണ്ടോ?
അതായത് അവരുടെ ഇടയിൽ ന്യായപ്രമാണജ്ഞന്മാരൊക്കെ ഉണ്ടല്ലോ, ശാസ്ത്രിമാരൊക്കെ ഉണ്ടല്ലോ. എസ്രാ ശാസ്ത്രിയൊക്കെ മരിച്ചുപോയി, ഒത്തിരി കാലമായില്ലേ. ഈ എസ്രാ ശാസ്ത്രിയൊക്കെ ഉണ്ടായിരുന്ന പുള്ളിയോട് ചോദിക്കായിരുന്നു, ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോയെന്ന്. ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ച് ദിനവൃത്താന്ത പുസ്തകങ്ങളും യുദ്ധ പുസ്തകങ്ങളും പിന്നെ എല്ലാ പുസ്തകങ്ങളും ഒക്കെ ഒന്ന് മറിച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നോക്കായിരുന്നു. പക്ഷേ എവിടെ നോക്കിയിട്ടും കാര്യമില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ചരിത്രത്തിൽ ആദ്യം സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ചരിത്രത്തിൽ ആദ്യം സംഭവിക്കുകയാണ്. അതായത് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അങ്ങനെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിൻ്റെ ഉള്ളിൽ ഉൽപ്പാദിതമാകാൻ പോകുന്ന ആ വിശുദ്ധ പ്രജയെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. സാക്ഷാൽ ദൈവമായവൻ നിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്, നിൻ്റെ ഗർഭപാത്രത്തിലേക്ക്. ഗർഭപാത്രം എന്തോരമുണ്ട്? നിസ്സാരം, നിസ്സാരം. സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും ഒതുങ്ങാത്തവൻ, വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം. ഞാനിത് എങ്ങനെ വിശദീകരിക്കുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരണോ, അത് അകത്ത് പ്രകാശിക്കണം. നാം സേവിക്കുന്ന ദൈവം ആദ്യനും അന്ത്യനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, ആരംഭവും അവസാനവും ഇല്ലാത്തവൻ, ആ വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം ഈ സാധു സ്ത്രീയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടിരിക്കുക, അങ്ങനെയുള്ള ഒരുവളുടെ ഉള്ളിലേക്ക് വരികയാണെന്ന്. അതായത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും കാലസമ്പൂർണതയിൽ, അതായത് കാലത്തിൻ്റെ ഫുൾനെസ്സിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. ഇതാ കാലസമ്പൂർണതയിൽ ഫയലുകളെല്ലാം തുറക്കേണ്ട സമയമായിരിക്കുന്നു. കാലങ്ങളായി ഫയലുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ടൈം നോക്കിയാണ്, ദൂതന്മാർ ടൈം നോക്കിയാണ്. യെസ്, ഓക്കെ ഓക്കെ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മറിയ റെഡിയാണ്. ഓക്കെ, മറിയുടെ അടുക്ക് വരികയാണ്, മറിയോട് കാര്യം പറയുകയാണ്. മറിയ വലിയ ട്രബിളിലേക്കാണ് ഇനി പോകേണ്ടത്. മറിയ വലിയ ട്രബിളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് എന്നാണെന്നറിയാവോ? ഓ, വലിയ കാര്യമാണല്ലോ എന്നൊക്കെയാ. വലിയ കാര്യമോ? ഈ സാധു യൗവനക്കാരി ട്രബിളിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞ കാര്യമൊക്കെ ജോസഫിനും കൂടെ മനസ്സിലാകണ്ടേ? ഇത് ജോസഫിന് മനസ്സിലായാലല്ലേ ഈ കാര്യത്തിനൊരു നീക്കുപോക്കുണ്ടാകൂ. അല്ലെങ്കിൽ കനത്ത ട്രബിളിലേക്കാണ് പോകുന്നത്. അപ്പം മറിയ വന്ദനസ്വരം കേട്ടു. അത് കഴിഞ്ഞ് സ്വർഗീയമായ അരുളപ്പാട് ദൂതൻ മറിയയ്ക്ക് കൈമാറി. ഒരു കൊച്ചു ഡൗട്ടുണ്ടായിരുന്നു, ആ ഡൗട്ട് ചോദിച്ചു. അതിന് ആൻസർ കിട്ടിക്കഴിഞ്ഞപ്പോൾ മറിയ റിലാക്സ്ഡായി, മറിയയുടെ മുഖത്ത് ആശ്വാസമായി. അത് കഴിഞ്ഞിട്ട് മറിയ വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ലെന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. അത് ഇവിടെ ഇരിക്കുന്ന മറിയമാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന സകല മറിയമാർക്കും വേണ്ടിയിട്ട് പറഞ്ഞതാ. ഈ മറിയ, ഞാൻ ബഹുമാനിക്കുന്ന മറിയ, ദൂതനോട് പിന്നെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ നിന്നില്ല. പിന്നീട് ഒരിക്കൽ പോലും ഒരു ചോദ്യം ചോദിക്കാൻ നിന്നില്ല. ചോദിച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ പിന്നീട് കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് പറഞ്ഞു, അവിടെ വീഞ്ഞൊക്കെ തീർന്നു പോയി എന്നുള്ളൊരു കാര്യം ഒന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ ഇത് എന്തായി തീരുമെന്നുള്ള ആദി വ്യാധി ആകപ്പാടുകൂടി, വ്യാധിയല്ല ആദി, നമ്മുടെ മറിയമാരെ സംബന്ധിച്ചുള്ളൊരു സാധനമാണ് ആദി. ആദിയൊക്കെ അങ്ങോട്ട് കയറിയിട്ട് മോളുടെ കാര്യം എന്താവും, മോൻ്റെ കാര്യം എന്താവും, കല്യാണം നടക്കുമോ, വിസ കിട്ടുമോ, രണ്ടാം നില പണിയുമോ, പശു പ്രസവിക്കുമോ, എന്തെല്ലാം കാര്യത്തിൽ ആദി കയറുന്നതെന്നറിയാവോ? ഈ മറിയയ്ക്ക് അങ്ങനെ ആദി കയറിയില്ലെന്ന് പറയാനാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പരിശ്രമിച്ചത്. അത് കേട്ടിട്ട് ചിലരൊക്കെ പറയുക ഒന്നും മനസ്സിലായില്ലെന്ന്. മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളാണോ ഇതൊക്കെ? എൻ്റെ മലയാളം മനസ്സിലാകുന്ന മലയാളം അല്ലേ സഹോദരങ്ങളെ? ഞാൻ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എല്ലാം കൂടെ ചേർത്ത മലയാളമാണ് പറയുന്നത്, കുഴച്ചു മറിച്ച മലയാളമാണ് പറയുന്നത്. തിരുവനന്തപുരംകാരൻ്റെയും തിരുവല്ലക്കാരൻ്റെയും കാസർഗോഡുകാരൻ്റെയും മലബാറുകാരൻ്റെയും എല്ലാം കൂടെ ഇട്ട് കുഴച്ചു മറിച്ച് പറയുക. അപ്പോൾ ആർക്കും പിടികിട്ടുന്ന മലയാളത്തിലാണ് പറയുന്നത്. ഈ മറിയ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ മറിയ ഒരു 21 ദിവസം ഉപവാസം ഇരുന്നുകൊണ്ട് ദൂതനെ പിന്നെയും വിളിച്ചു വരുത്തിക്കൊണ്ട്, ഗബ്രിയേലിനെ ഒന്നുകൂടെ മടക്കി വരുത്തിക്കൊണ്ട്, ഗബ്രിയേലിന് മുമ്പാകെ ഒരു സജഷൻ വെക്കണം. എന്താ സജഷൻ? എന്നോട് ദൂത് പറഞ്ഞതുപോലെ തന്നെ ജോസഫിൻ്റെ വീട്ടിൽ പോയി ജോസഫിനെയും കൂടി ഒന്ന് അറിയിക്കുക, ഞാൻ ഇങ്ങനെ ഒരു പരുവത്തിലായിരിക്കുകയാണ്, ജോസഫെ കോപിക്കരുത്, ഇട്ടിട്ട് പോകരുത് എന്ന് ജോസഫിനെ അറിയിക്കണമെന്ന് മറിയയ്ക്ക് വേണേൽ ന്യായമായിട്ടും പറയാം. അത് അന്യായമായ കാര്യമല്ല, ന്യായമായ കാര്യമാണ്. നിങ്ങൾ എതിർക്കുമോ? അത് ന്യായമായ കാര്യമല്ലേ? മറിയ അടുത്ത ദിവസം നാട്ടുകാരുടെ നടുവിലൂടെ നടക്കേണ്ടവളാ.
സ്വന്തക്കാർ, ബന്ധുക്കൾ, അയൽവാസികൾ എന്ന് വേണ്ട, ഈ ആളുകളെല്ലാം ജീവിച്ചിരിക്കുന്ന ആ മണ്ണിലാണ് മറിയ ജീവിക്കുന്നത്. അപ്പം മറിയയ്ക്ക് ന്യായമായിട്ടും റേസ് ചെയ്യാവുന്നൊരു കാര്യമാണിത്. ജോസഫിനെ അത്യാവശ്യം അറിയിക്കണം. പിന്നെ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സ്വന്തക്കാർക്കൊക്കെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് പ്രത്യക്ഷനായിട്ട് അവരോടൊക്കെ പറയണം, ഈ പെങ്കൊച്ച് കുഴപ്പക്കാരിയല്ല, മര്യാദക്കാരിയാണെന്ന് അവരെ ഒന്ന് ധരിപ്പിച്ചിട്ട് പോണം കേട്ടോ എന്നൊന്നും മറിയ പറയാൻ പോയിട്ടില്ല. മറിയ പറയാൻ പോയോ? ഒന്നും പറയാൻ പോയില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാൻ പരിശ്രമിച്ച കാര്യം എന്താ? മറിയ ആ വന്ദനസ്വരം കേട്ടു, ദൈവത്തിൻ്റെ ആലോചന കയ്യേറ്റു വാങ്ങി. അല്ലേ? ആദ്യപടി എന്താ സംഭവിച്ചത്? ആലോചന കയ്യേറ്റു വാങ്ങി, ചോദ്യം ചെയ്യാതെ കയ്യേറ്റു വാങ്ങി. പിന്നെ എന്താ? ദൈവത്തിൻ്റെ ഹിതം ഉദരത്തിൽ വഹിച്ചു. ആലോചന ആദ്യം കയ്യേറ്റു വാങ്ങി, അടുത്തപടി ദൈവത്തിൻ്റെ ഹിതം ഉദരത്തിൽ വഹിച്ചു. അടിയനിതാ, അങ്ങനെ പറയുന്നില്ലേ? ഉണ്ട്. അതിൻ്റെ താഴെ 38-ാം വാക്യം ഒന്ന് വായിച്ചേ. 1-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. അല്ലേ? അതൊരു ദൈവശബ്ദമാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മറിയ പിന്നെ കണ്ണീരും കയ്യുമായിട്ടോ മാറത്തടിയായിട്ടോ ബഹളമായിട്ടോ നാട്ടിലുള്ള ആൾക്കാരോടെല്ലാം പറഞ്ഞ് അയ്യോ 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 എന്നൊന്നും പറയാൻ പിന്നെ പോയില്ലെന്ന്. മറിയ യോഹന്നാൻ സ്നാപകനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട്, അത് ഒന്ന് പ്രാർത്ഥിച്ച ഒരു ആലോചന പറയണമെന്ന് യോഹന്നാൻ സ്നാപകനെ എല്ലാം വിളിച്ചോ? യോഹന്നാൻ സ്നാപകൻ രംഗത്ത് വന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ അന്നേരമുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ, അല്ലെ അന്നാസും കയ്യഫാവിനും കൂട്ടിയേക്കാം. അന്നാസും കയ്യഫാവും അവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ അന്നാസിനോടും കയ്യഫാവിനോടും വിളിച്ച് ചോദിച്ചോ, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നെല്ലാം ചോദിച്ചോ? ഒരാളോടും ഒന്നും ചോദിക്കാൻ പോയില്ല. തനിക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്, ബോധ്യങ്ങളാണ് ലഭിച്ചത്. അതുകൊണ്ടല്ലേ സ്പഷ്ടമായിട്ട് സ്ഫുടമായിട്ടും പറഞ്ഞത്. അതിനും അറിയാം, ഇതാ ഞാൻ നിന്റെ ദാസി, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നോ? അയ്യോ, ഈ സംഭവമൊക്കെ നടന്നു കഴിയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ടെക്നിക്കലി ജോസഫ് എങ്ങാനും കാര്യം അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താവും? എങ്ങനെ മനുഷ്യരുടെ വെട്ടത്തിലേക്ക് വരും? ഇതൊന്നും മറിയെ ബാധിക്കുന്നില്ല. ഇത്രയും ചുവടുകൾ വെക്കാൻ തന്നെ പ്രാപ്തമാക്കിയത് ആരാണോ അവൻ തന്നെ ബാക്കി കാര്യങ്ങൾക്ക് മുടിവ് വരുത്തും. അതാണ് ഉള്ളിൻ്റെ ഉള്ളിലെ ബോധ്യം. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് മനസ്സിലാകാത്തവർക്ക് ഇനി മനസ്സിലാക്കി കൊടുക്കാൻ തക്കവണ്ണമുള്ള ശേഷി എനിക്കില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ആ മറിയ എന്ന് പറയുന്നത് വിശേഷപ്പെട്ടൊരു സ്ത്രീരത്നമാണ്. നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു വ്യക്തിയാണ്. മറ്റാളുകളെയൊക്കെ നോക്കുന്ന പോലെയല്ല, അതിലപ്പുറമായ വിശേഷതയുള്ള ഒരു സ്ത്രീരത്നമാണെന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ഇതേ കാര്യം തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം പിന്നീടൊരു വീഡിയോ കാണിച്ചതാണല്ലോ. ഒരു അഞ്ചലുകാരൻ്റെ പ്രസംഗമൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ. അങ്ങനെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചും ആളുകൾക്ക് ചോദ്യമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മറിയയുടെ സബ്ജക്റ്റ് തന്നെ വെച്ചുകൊണ്ട് വലിയൊരു വെളിപ്പാട് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി വിശുദ്ധ മറിയ നമ്മളിപ്പോൾ കണ്ടു, ദൈവശബ്ദം കേട്ട മറിയ. അതുപോലെ തന്നെ നമ്മൾ പിന്നെയും ഒത്തിരി പുറകോട്ട് പോയി കഴിയുമ്പോൾ ഊരിൽ പാർക്കുന്ന അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. മെസോപ്പൊട്ടോമിയയിലെ ഊരിൽ പാർക്കുന്ന അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ ശബ്ദത്തോട് അബ്രഹാം പ്രതികരിച്ചു. പ്രതികരിച്ചു. അങ്ങനെ അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായി. എങ്ങനെയാ? കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം യാത്രയായി. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ പോയ അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം ആവോളം അനുഗ്രഹിച്ചു. അങ്ങനെ ദൈവശബ്ദത്തിന് ചുവട് വെച്ച് അബ്രഹാമിനെ ആവോളം അനുഗ്രഹിച്ചു. ഈ ഒരു വിഷയം യഹൂദന്മാരും പ്രസംഗിക്കും, പിന്നെ പെന്തിക്കോസ്തുകാരും പ്രസംഗിക്കും. ബാക്കിയുള്ള ആളുകളൊന്നും അത്രമാത്രമൊന്നും പ്രസംഗിക്കില്ല. പെന്തക്കോസ്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അബ്രഹാമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തൊട്ട് പുറകിൽ യേശുക്രിസ്തു വരുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. യേശുക്രിസ്തു തൊട്ട് പുറകെ എങ്ങാനും വരുമെന്ന്. ഇപ്പോൾ നിങ്ങൾ കേട്ട പ്രസംഗം പോലെ മറിയയെ സംബന്ധിച്ച്, വിശുദ്ധ മറിയയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ
ഒരു 10 ആണ്ട് കൂടുമ്പോഴെങ്കിലും ഒരു പാസ്റ്റർ പ്രസംഗിക്കുമെന്ന് എനിക്ക് സംശയമാണ്. അല്ലേ? നിങ്ങൾ എത്ര പേര് ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ഒന്ന് പറഞ്ഞേ. ഓക്കെ, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. എനിക്ക് സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. അതായത് സഹോദരങ്ങളെ, അബ്രഹാമിനെക്കുറിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൽ ധാരാളം പ്രസംഗങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് അത്ര ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ സംശയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ മറിയയെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ, ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ നമ്മുടെ സഹോദരീ സഹോദരന്മാരെ വചനത്തിൽ ഉറപ്പിക്കുകയും ബോധ്യങ്ങളിലൂടെ നടത്താൻ പാകത്തിന് വിശുദ്ധ തിരുവെഴുത്തിലെ ഒരു ജ്വലിക്കുന്ന നക്ഷത്രം തന്നെയാണ് വിശുദ്ധ മറിയ. കത്തോലിക്ക സഹോദരങ്ങളെ സംബന്ധിച്ച് അവർ മറിയെ എന്തോ വലിയ സംഭവമായിട്ട് കാണുകയും മറിയെ ആരാധിക്കുകയും ഭയങ്കരമായ ബഹുമാനവും വണക്കമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനവർ കുറേ ലാറ്റിൻ വാക്കുകളൊക്കെ ആയിട്ട് വരും. ദൂലിയാന്നോ ഹൈപ്പർ ദൂലിയാന്നോ പിന്നെ വേറെ ഏതാണ്ടെന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കും. ഭയങ്കര പറ്റിപ്പീസ് പരിപാടിയാണ് അവിടെ നടക്കുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മൾ ആ പരിസരത്തേക്ക് തിരിഞ്ഞും പോലും നോക്കില്ല. അവർ 24 മണിക്കൂർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളത് ശ്രദ്ധിക്കുക പോലുമില്ല. അപ്പോൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ഒരു പ്രകാശനം തന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ കൊണ്ടുവന്നത്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഗൗരവമായൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. മെസോപ്പൊട്ടോമിയയിലെ ഊറിൽ താമസിച്ചു കൊണ്ടിരുന്ന അബ്രഹാം ദൈവശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നെന്നാണ് പറയുന്നത്. ആ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ മീൻ ചെയ്തത്, ഞാൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ ലാംഗ്വേജിലാണ് പറയുന്നത്, ന്യൂ ടെസ്റ്റ്മെൻറ്റിലല്ല പറയുന്നത്. ആ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ നിലയിൽ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞാൽ ധാരാളം സ്ഥാവര ജംഗമ വസ്തുക്കൾ അദ്ദേഹത്തിന് കൊടുത്തു. ആടുമാട് നാൽക്കാലി സമ്പത്ത് കൊണ്ട് അദ്ദേഹത്തെ സമ്പന്നനാക്കി. അന്നത്തെ കാലത്ത് ഒരുവൻ്റെ സമ്പത്ത് അളക്കുന്നത് ഈ ആടുമാട് നാൽക്കാലി മൃഗങ്ങളെ വെച്ചിട്ടാണ്. ഇന്നൊക്കെയാണെങ്കിൽ ഒരു 3-4 ജംബോ ജെറ്റൊക്കെ നമ്മുടെ പറമ്പിൽ കിടപ്പുണ്ടെങ്കിൽ കൊള്ളാം, ഭയങ്കര കോടീശ്വരനാന്ന് പറയും. അന്നത്തെ കാലത്ത് ജംബോ ജെറ്റല്ല, പകരം ആടുമാട് നാൽക്കാലികളെ വെച്ചിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ രീതി മനസ്സിലായല്ലോ. അപ്പം ആ നിലയിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടയാളാണ്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിറങ്ങി തിരിച്ചതാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ നമുക്ക് വരും എന്നൊക്കെ പറഞ്ഞ ആളുകൾ കോരിത്തിരിക്കാറുണ്ട്. ഗലാത്യ ലേഖനത്തിലെ വാക്യം എടുത്ത് അതിൻ്റെ പൊരുൾ തിരിച്ചറിയാത്ത ആളുകളാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കണം, 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ഈ കൽദയനായ അബ്രഹാമിനെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയാണ്. കൽദയനായ അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിറങ്ങിയെന്ന് പറഞ്ഞല്ലോ. അടുത്തത് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ കൊച്ചുമകളായ വിശുദ്ധ മറിയയാണ് കൊണ്ടുവരുന്നത്. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ കൊച്ചുമകളാണ് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ മറിയ. യഹൂദ കുലത്തിൽ ജനിച്ചവളാണ്. അപ്പോൾ ഈ മറിയയ്ക്കും അബ്രഹാമിനെ പോലെ തന്നെ ഒരു ദൈവപ്രത്യക്ഷത ലഭിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം മറിയോട് സംസാരിക്കാൻ തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഗബ്രിയേൽ കടന്നു വന്ന് മറിയോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ അതാണ് ഇത്ര നേരം പറഞ്ഞത്. പദ്ധതിയൊക്കെ കയ്യേറ്റു വാങ്ങി മറിയ. അബ്രഹാമും അതുപോലെ ദൈവത്തിൻ്റെ കാര്യപരിപാടി കയ്യേറ്റു വാങ്ങി. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, മാനിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അബ്രഹാം ഇറങ്ങിത്തിരിക്കലിനും അപ്പുറമാണ് മറിയോടുള്ള ബന്ധത്തിൽ. അബ്രഹാം ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കനാനിലേക്കുള്ള യാത്രയിൽ ഇറങ്ങിത്തിരിച്ചതേ ഉള്ളൂ. മറിയയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അബ്രഹാമിൻ്റെ ഭവനത്തിലോ അബ്രഹാമിൻ്റെ ഉള്ളത്തിലോ വന്ന് 24/7 ത്രിയേകനാം ദൈവം വന്ന് പാർക്കുന്നതോ വസിക്കുന്നതായ ഒരു സാഹചര്യമൊന്നും അവിടെ ഇല്ല. അങ്ങനെ നമ്മൾ പഠിക്കുന്നില്ല. അതേസമയം ഇവിടെ ഇപ്പോൾ എന്താ കണ്ടത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നാണ് പറഞ്ഞത്. അബ്രഹാമിനോട് അങ്ങനെ പറഞ്ഞോ? അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടുമെന്നാണ് പറഞ്ഞത്. അബ്രഹാമിനോട് അങ്ങനെ പറഞ്ഞോ? ഒരു വിശുദ്ധ പ്രജ നിൻ്റെ ഉള്ളിൽ ഉത്ഭവിക്കും, അവന് ദൈവപുത്രൻ എന്ന് പേർ വിളിക്കുമെന്ന്. അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, നിനക്കൊരു സന്തതിയെ ഞാൻ തരും, നിനക്കൊരു സന്തതിയെ തരും. ആ സന്തതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെയല്ലോ പറഞ്ഞോ? ആ സന്തതി യേശുക്രിസ്തുവിൻ്റെ നിഴലാണെന്നുള്ളത് വേറൊരു വസ്തുത. പക്ഷേ ഇസഹാക്കിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ അവൻ അവകാശിയാകും എന്നാണ് പറഞ്ഞത്. അവനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നൊന്നും പറഞ്ഞില്ല. ഇസഹാക്കിൻ്റെ ജനനം എന്ന് പറയുന്നത് സ്വാഭാവിക ജനനമാണ്. അബ്രഹാമിനും സാറയ്ക്കും ഉണ്ടായ മകനെന്നാണ് നമ്മൾ ഇസഹാക്കിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വരികയാണ്, അത്യുന്നതൻ്റെ ശക്തി നിഴലിടുകയാണ്. അങ്ങനെയാണ് ഈ ഹോളി തിങ് തൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ കാലസമ്പൂർണതയിൽ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ചരിത്രം ചമയ്ക്കാൻ ഒരുവൻ വരികയാണ്. ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ് മറിയും. ചരിത്രം ചമച്ച മറിയാന്ന് വേണേൽ കൂട്ടിക്കോ.
അപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറിയ. അതുപോലെ തന്നെ ഒരു ചരിത്രം ചമച്ച മനുഷ്യൻ തന്നെയാണ് അബ്രഹാം. തർക്കമൊന്നുമില്ല കേട്ടോ, തർക്കമൊന്നുമില്ല. വിഗ്രഹാരാധികളായ ആ ജനവർഗത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവശബ്ദം കേട്ട് എന്താ ഏതാണെന്നൊന്നും ചോദിക്കാതെ പോകുന്ന വഴിക്കുള്ള ആ റൂട്ട് മാപ്പ് തരാവോ, ഒരു ദൂതനെങ്കിലും എൻ്റെ കൂടെ അയക്കാമെങ്കിൽ ഞാൻ പോകാം എന്നൊന്നും അബ്രഹാമും പറഞ്ഞില്ല. അബ്രഹാമിൻ്റെ ക്വാളിറ്റിയാണത്. ആ ക്വാളിറ്റി ഈ മോക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൻ്റെ ക്വാളിറ്റി മക്കൾക്ക് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അതൊക്കെ ആയിരിക്കും മറിയയിലും കിട്ടിയത്. അബ്രഹാമിന് ലൊക്കേഷൻ മാപ്പൊന്നും ഇട്ട് കൊടുത്തില്ല. അബ്രഹാം ഒട്ട് ചോദിച്ചില്ല, എവിടേക്ക് പോകുന്നു എന്നറിയാതെ അങ്ങ് പോയി. കറണ്ടും കൊടുത്തില്ല എൻ്റെ പൊന്നു നോവി, ഒന്നും കൊടുത്തില്ല. യാതൊരു ലൊക്കേഷനും കൊടുത്തില്ല. പുള്ളി അങ്ങ് ഇറങ്ങി തിരിച്ചു. കാറ്റ് പോകുന്നത് പോലെ പുള്ളി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് മറിയയും ഇറങ്ങി നിൽക്കുന്നത്. എന്തും വരട്ടെ എന്നുള്ള നിലയിലാണ് ഇറങ്ങി നിൽക്കുന്നത്. ഒരു നിൽപ്പല്ലേ അത്? അബ്രഹാം നിന്നതിനേക്കാളും അപ്പുറമായ നിൽപ്പാന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഞാൻ റേസ് ചെയ്യാൻ പോവുകയാണ്. വലിയ ക്വസ്റ്റ്യനാണ്. ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി തീർന്ന് ഇറങ്ങി നിന്ന അബ്രഹാമിനെ ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിച്ചു മാനിച്ചുയർത്തി. അതിനേക്കാൾ വലിയ ദൈവശബ്ദം കേട്ട, അതിനേക്കാൾ വലിയ പദ്ധതി കയ്യേറ്റു വാങ്ങിയ മറിയ. ഈ മറിയയ്ക്ക് എന്തുമാത്രം ആടുമാട് നാൽക്കാലി കിട്ടി. പറഞ്ഞിട്ട് പെന്തിക്കോസുകാരെല്ലാം വീട്ടിൽ പോയാൽ മതി കേട്ടോ. ഇന്ന് 2 വ്യക്തികളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, ദൈവശബ്ദം കേട്ട അബ്രഹാമിനെ ദൈവം സകല നിലയിലും ഭൗതികമായി ഉയർത്തി മാനിച്ചു. അതിലും ഭയങ്കരമായ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത മറിയ. ആ മറിയയ്ക്ക് എന്ത് കിട്ടിയെന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഇത്രയും സഹോദരന്മാരിപ്പുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സഹോദരൻ അതിനൊരു മറുപടി പറയാവോ? അബ്രഹാമിന് എന്തെല്ലാം കിട്ടിയെന്നുള്ളത് നിങ്ങളുടെ തലച്ചോറിനകത്ത് പണ്ടേ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. എത്ര ആടുണ്ട് മാടുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ പറയും. അതേസമയം ഈ പറയപ്പെട്ട നിലയിൽ ഒരു സമർപ്പണത്തിലേക്ക് വന്ന മറിയയ്ക്ക് പിന്നീട് എന്ത് ലഭിച്ചു? സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾക്ക് പറയാവോ? ശബ്ദമുള്ള സഹോദരന്മാർ, സൗണ്ടുള്ളവർ, സംസാരിക്കുന്നവരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആംഗ്യ ഭാഷയല്ലല്ലോ, ആംഗ്യത്തിൽ പറഞ്ഞിരിക്കും മനസ്സിലാവില്ല. ശബ്ദമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വായി തുറന്ന് പറയാമെങ്കിൽ ഒരു വാക്ക് പറ. ചുമ്മാ പ്രസംഗിച്ച് പോയിട്ട് എന്നാ കാര്യം? സമയം പോയി. കണ്ടമാനം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കർത്താവേ. എങ്ങനെ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞാൽ ഒരു ചെറിയ ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ? പുരുഷ പ്രജകളല്ലേ, സ്ത്രീകളോട് സഹോദരിമാരോട് ആരോടും ഞാൻ ചോദിക്കുന്നില്ല, ചോദ്യം പാസ് ചെയ്യുന്നില്ല കേട്ടോ. സഹോദരന്മാർ പറയുന്ന കേട്ടോ, മറിയയ്ക്ക് കിട്ടിയത് നിന്നേം പരിഹാസമാണ്. മറിയയ്ക്ക് വാള് കിട്ടി. യെസ്. അപ്പോൾ ഒരാൾ പറഞ്ഞു മറിയയ്ക്ക് വാള് കിട്ടിയെന്ന്. വേറെ സഹോദരങ്ങളെ, മറിയയ്ക്ക് ലഭിച്ചത് ക്രിസ്തുവിനെയല്ലേ? മറിയയുടെ പാട്ട് ഒന്ന് പാടി നോക്കണം നിങ്ങൾ. ആ പാട്ടിനകത്തൊക്കെ എല്ലാം ഉണ്ട്. മറിയയ്ക്ക് ക്രിസ്തുവിനെ ലഭിച്ചു. ക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചു എന്നുള്ളതിനല്ല പ്രാധാന്യം, അത് അടുത്ത പടിയാണ്. പ്രൈമറി ആയിട്ട് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ മറിയയ്ക്ക് എന്ത് ലഭിച്ചു? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ, ഹോളി തിങ് നിൻ്റെ ഉള്ളിൽ വരുമെന്നല്ലേ പറഞ്ഞത്? തനിക്ക് ലഭിച്ചത് വിശുദ്ധ പ്രജയല്ലേ? അവനെ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ക്രിസ്തുവിനെ ലഭിച്ചു നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ വാക്കി പറയാം. മറിയയ്ക്ക് ക്രിസ്തുവിനെ ലഭിച്ചു. അബ്രഹാമിനെ ഞാൻ ഒരു സൈഡിൽ നിർത്തിക്കൊണ്ടാണ് ഈ ചോദ്യമൊക്കെ ചോദിച്ചത്. നിങ്ങൾ അവിടെ പുതിയ നിയമം പിറക്കുകയാണെന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ സാധാരണ പോലെ ഇരിക്കുകയാണ് പ്രസംഗം കേട്ട്. അവിടെ പുതിയ നിയമം പിറക്കാൻ പോവുകയാണ്. ബത്ലഹേം വെളിപ്പെടുകയാണ്. മനുഷ്യപുത്രൻ ഇതാ വരുന്നു. അവൻ മനുഷ്യപുത്രനുമാണ്, അതേസമയം ദൈവപുത്രനുമാണ്. നാളത്തെ സൺഡേയിലെ മെസ്സേജിനകത്ത് ഞാൻ ടാബർനാക്കിൾ സ്റ്റഡിയാണല്ലോ നടക്കുന്നത്. അതിനകത്ത് മോസ്റ്റ് ഹോളി പ്ലേസിലിരിക്കുന്ന പെട്ടകം അഥവാ ആർക്ക്, പെട്ടകത്തെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്വവും മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്.
അപ്പോൾ ഈ കാര്യങ്ങൾ ദൈവപുത്രൻ എന്നുള്ളതും മനുഷ്യപുത്രൻ എന്നുള്ളതൊക്കെ അതാത് സമയങ്ങളിൽ അതാത് പശ്ചാത്തലത്തിൽ നമ്മളത് കൈകാര്യം ചെയ്യാൻ പാകത്തിന് പ്രാപ്തരാകണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ നാളും നാഴികയെ സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനും കൂടെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ പുത്രനൊന്നും അറിയാത്തവനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് കോണ്ടസ്റ്റിലാണത് പറയുന്നതെന്ന് ചിന്തിക്കണം. അതുപോലെ ക്രൂശിൽ കിടക്കുമ്പോൾ മുഴങ്ങുന്ന സ്വരമാണ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളത്. അത് ആരുടെ സ്വരമാണ്? അത് ദൈവപുത്രൻ്റെയോ മനുഷ്യപുത്രൻ്റെയോ എന്ന് ചോദിച്ചാൽ പലർക്കും കൃത്യമായ ഉത്തരവൊന്നുമില്ല. നമ്മൾ പിന്നെ കുറേ കാലങ്ങളായി ഇത് കേൾക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അത് മനുഷ്യപുത്രൻ്റെ സ്വരമാണ്, ദൈവപുത്രൻ്റെ സ്വരമല്ല. അത് മനുഷ്യപുത്രൻ്റെ സ്വരമാണ്. അതേസമയം ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് വിളിക്കുന്ന ആരാ? ദൈവപുത്രനാണ് വിളിക്കുന്നത്. ലാസറെ പുറത്തുവാ എന്ന് പറയുന്നത്. ഇതൊക്കെ സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് വചനം വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. നമുക്ക് വായി തോന്നുന്ന പോലെയൊന്നും പ്രസംഗിക്കാനും വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? മറിയോടുള്ള ബന്ധത്തിൽ മറിയ ഭാഗ്യവതിയാണ്. ഏത് കാരണത്താൽ ഭാഗ്യവതിയാവും? ഇപ്പം ഇങ്ങനെ ഒരു സംവിധാനത്തിലിരുന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് നല്ല അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. കാരണം ഗൗരവമായ കാര്യമാണിത്. നിങ്ങളെല്ലാം കൂടെ ഒരു പായ് വിരിച്ചിട്ട് അതിനകത്ത് ഇരുത്തേണ്ടതായിരുന്നു. ഞാനും നിങ്ങൾ ഒരുമിച്ച് മുഖാമുഖം ഇരിക്കേണ്ട ഒരു മെസ്സേജാണ് ഇപ്പോൾ വരുന്നത്. ഇങ്ങനെയൊന്നും അല്ല ഇത് സംസാരിച്ച് വരേണ്ടത്. മറിയ ഭാഗ്യവതിയാണ്. ഏത് കാരണത്താൽ? ലോട്ടറി അടിച്ചോ? മറിയയുടെ മക്കൾ ആരെങ്കിലും ന്യൂയോർക്കിലേക്ക് പോയോ? മറിയയുടെ മോന് ന്യൂസിലാൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ വിസ കിട്ടിയോ? എന്തർത്ഥത്തിലാണ് ഭാഗ്യവതി എന്ന് പറയുന്നത്? മറിയ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് പറയാനുള്ള സാഹചര്യം എന്താണ്? ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്? മറിയയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവൻ വെറും തച്ചനാണ്. തച്ചൻ കാർപ്പൻ്ററാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ യെരുശലേം ദേവാലയത്തിലേക്ക് പോകുമല്ലോ. ഒരാടിനെ മേടിച്ചുകൊണ്ട് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ മറിയ അനുഗ്രഹിക്കപ്പെട്ടവളെന്നും ഭാഗ്യവതി എന്നൊക്കെ ഒരു പെന്തക്കോസ്തു വീക്ഷണത്തിൽ നമുക്ക് പറയാമായിരുന്നു. ഒരു പെന്തക്കോസ്തു വീക്ഷണത്തിൽ മറിയ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകും? നിങ്ങൾക്ക് പിന്നീട് ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേണേൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എനിക്ക് വേണേൽ മെസ്സേജ് ചെയ്യാം. ഞാനിപ്പോൾ കടുത്ത വാക്കാണ് ഉപയോഗിച്ചത്. ഒരു പെന്തക്കോസ്തു വീക്ഷണത്തിൽ മറിയ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകും? ഒരുവൾ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിലേക്ക് പോകണ്ടേ? അല്ലെ നാട്ടിലാണെങ്കിൽ കുറച്ച് പുഞ്ചപ്പാടമെങ്കിലും വേണ്ടേ? അല്ലെ കുറച്ച് ഏലത്തോട്ടം വേണ്ടേ? അല്ലെ കുറച്ച് കമുകും തോട്ടം വേണ്ടേ? കാർ പോർച്ചിൽ ഒരു മാരുതി ഓൾട്ടോയെങ്കിലും കിടക്കണ്ടേ? ഇല്ലാതെ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ എങ്ങനെ പറയും സഹോദരങ്ങളെ? അത് എന്നെ വർത്തമാനം അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? മറിയ ഭാഗ്യവതി എന്ന് എങ്ങനെ പറയും? ഈ മറിയയുടെ പശ്ചാത്തലത്തെക്കാളും വളരെ ഉയർന്ന പശ്ചാത്തലത്തിൽ എവിടെ ഇരിക്കുന്ന സഹോദരിമാരെല്ലാവരും ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ യെരുശലേം ദേവാലയത്തിലേക്ക് പോകേണ്ടി വന്നാൽ കുറഞ്ഞത് നിങ്ങൾ 2 ആടിനെങ്കിലും മേടിച്ചോണ്ട് പോകും, അല്ലേ? എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഒരു 2 ആടിനെങ്കിലും മേടിച്ചോണ്ട് പോകും. ഒരാടിനെ ഞാൻ കഴിച്ചാൽ മതിയെങ്കിൽ ഒരെണ്ണം കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോകും. മറിയയെ സംബന്ധിച്ച് അന്നത്തെ സാഹചര്യത്തിൽ അത് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് മറിയ മുന്നോട്ട് പോകുന്നത്. ഒരു ആവറേജ് ഫാമിലിയാണെന്നേ. അതുകൊണ്ടാണ് കുറുപ്രാവിനെയും കൊണ്ട് പോകുന്നത്. കുറുപ്രാവിനെയും കൊണ്ട് യാഗം കഴിക്കാൻ പോയ മറിയ ഭാഗ്യവതിയാണെന്നും അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നും നിങ്ങൾ എങ്ങനെ പറയുമെന്ന് പറ. ഏത് 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 പശ്ചാത്തലത്തിലാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇതാണ് വെളിപ്പാട്. ഈ വെളിപ്പാട് ലഭിച്ചവനാണ് പെന്തക്കോസ്തുകാരൻ. അല്ലാത്ത ഒറ്റയൊരുത്തിന് പെന്തിക്കോസ് അല്ല. നീയൊന്നും ഒരു കാഹളവും കേൾക്കാൻ പോകുന്നില്ല. ലോകത്തിൻ്റെ സ്നേഹിതന്മാർ ഇവിടെ എന്തെങ്കിലും ബാങ്ക് ബാലൻസ് കൂടുകയോ പ്രൊമോഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു 2 ഏക്കർ മേടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് അനുഗ്രഹമാണെന്ന് പറയുന്ന നിന്നെയൊക്കെ ഓർത്ത് സ്വർഗം ദുഃഖിക്കുന്നു. എൻ്റെ ദൈവമേ, കടുത്ത വാക്കുകളാണല്ലോ പറഞ്ഞേ. ഇതല്ലേ വെളിപ്പാടെന്ന് പറയുന്നത്? വിശുദ്ധ പ്രജ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ വന്നു. ആ കാരണത്താൽ അവൾ ഭാഗ്യവതിയാണ്. ആ കാരണത്താൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരെ നിരത്തി നിർത്തിയിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. നടന്നു പോകുന്ന യോഹന്നാൻ സ്നാപകനെ നോക്കിയിട്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനെപ്പോലെ വലിയവൻ വേറെ ആരുമില്ലെന്ന്. അവിടെ എല്ലാവരെയും പിടിച്ച് നിരത്തി നിർത്തിയെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി ഭാവനയെ പറയുക.
അങ്ങ് ഹാനോക്ക് മുതലുള്ള സകല ഭക്തന്മാരെ നിരനിരയായിട്ട് നിർത്തിയെന്ന് കൂട്ടിക്കോ. അതിൽ ഏലിയാവ്, ഏലീശ, ഉഗ്രന്മാരൊക്കെയുണ്ട്. എല്ലാവരെയും നിരത്തി നിർത്തിയിട്ടാണ് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ഇവനാണെന്ന്, യോഹന്നാൻ സ്നാപകനാണെന്ന്. അപ്പോൾ അത്രയും മഹാരഥന്മാര് മറിയ ഈ വന്ദനസ്വരം കേൾക്കുന്ന സമയം വരെ അവിടെ ഉണ്ട്. യോഹന്നാൻ സ്നാപകൻ പിറന്നിട്ടില്ലെന്നുള്ളതൊരു വാസ്തവമാണ്. യോഹന്നാൻ സ്നാപകൻ റൂട്ടിലാണ്, വഴിയിലാണ്, പുള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് പിന്നീട് സംഭവിച്ച കാര്യം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ പറയപ്പെട്ട ആളുകളെല്ലാം ജീവിച്ച് മൺമറഞ്ഞു പോയ ഈ ഭൂപരപ്പിൽ വിശുദ്ധ മറിയ ഭാഗ്യവതിയാണെന്നും അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നും പറയുമ്പോൾ അത് എന്തർത്ഥത്തിലാണ് പറയുന്നത്? ദാവീദിനെ പോലെ കോടീശ്വരം വേറെ ആരെങ്കിലും ഉണ്ടോ? ശലോമോനോ ഇട്ടുമൂടാനുള്ളത്. സ്വിസ് ബാങ്കിൽ വരെയാണ് ശലോമോന് അക്കൗണ്ട് ഉള്ളത്. അതുപോലെ കോടീശ്വരന്മാരാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനെയൊക്കെ കുറിച്ച് പറയുക പോലും വേണ്ട, അതുപോലെ ധനാഢ്യന്മാരാണ്. ഇവരെല്ലാം നിരനിരയായിട്ട് നിൽക്കുമ്പോൾ അവർക്കൊന്നും ലഭിക്കാത്ത ഭാഗ്യമാണ് മറിയയ്ക്ക് ലഭിച്ചത്. അവരുടെ ആരുടെയെങ്കിലും ഗർഭപാത്രത്തിലോ എവിടെയെങ്കിലും ദൈവപുത്രൻ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വിശുദ്ധ പ്രജ ആരുടെയെങ്കിലും ഉള്ളിൽ വന്നിട്ടുണ്ടോ പഴയ നിയമത്തിൽ? എനിക്ക് വളരെ പ്രിയമുള്ള ചില സഹോദരങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. 51 സങ്കീർത്തനത്തിലെ വാക്യം വെച്ചുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. എങ്ങനെ? നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേലുണ്ടല്ലോ. അവരുടെ മേലുണ്ടെന്നേ, അവരുടെ മേലുണ്ട്. അവരെ ദൗത്യത്തിന് സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടല്ലോ. ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ കടന്നു പോയ സമയത്ത് പലപ്പോഴും ചുമലിൽ ചുമന്നുകൊണ്ടല്ലേ പോയത്? പോയത്. യെശയ്യാവ് 63 വായിച്ചു നോക്കിയോ, അവിടെയുണ്ട്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്തിട്ടില്ല. അതിവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ ആരംഭിക്കാൻ പോവുകയാണത്. ഒരുവൻ്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവ് അവരുടെ മേലുണ്ട്, അവരുടെ മേൽ ആവസിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ നടത്തിപ്പൊക്കെയുണ്ട്, ആത്മാവിൻ്റെ ആലോചനകളുണ്ട്. അതൊക്കെ ശരി തന്നെ. അവരുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്യാത്തതിൻ്റെ കാരണം അവർ കേവലം ആടുകളുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആളുകളാണ്. നോക്കണം, ആടുകളുടെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ആളുകൾ എന്നുള്ള നിലയിൽ അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന് അങ്ങനെ വരാൻ കഴിയില്ല. അപ്പോൾ ആ ശുദ്ധീകരണം എന്ന് പറയുന്നത് കാൽവറിക്ക് ശേഷമാണ് ശരിയായ ശുദ്ധീകരണം നടക്കുന്നത്. അതായത് ഈ പറയപ്പെട്ട കാലഘട്ടത്തിൽ, ന്യായപ്രമാണ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, മഹാപാപപരിഹാര ദിവസം, അറ്റോൺമെൻറ്റ് ഡേയിൽ ഇസ്രായേലിൻ്റെ പാപത്തിന് ഒരു പൊറുതി വരുത്തുകയാണ് അവിടെ. അന്നത്തെ ദിവസം ഇസ്രായേൽ കുളിയും ജപമൊക്കെ ആയിട്ട്, ആത്മതപനമൊക്കെ ആയിട്ട് ദൈവസന്നിധിയിൽ ഒത്തുകൂടുകയാണ്. മഹാപുരോഹിതൻ ശുശ്രൂഷകളെല്ലാം പ്രഭാതം മുതൽ അതിൻ്റെ ക്രമത്തിലെല്ലാം ചെയ്യുകയാണ്. യാഗങ്ങൾ തകൃതിയായി നടക്കുന്നു, പലവിധമായ യാഗങ്ങൾ. അതിൻ്റെ ഒടുക്കൻ 2 ആടുകളെ കൊണ്ടുവരുന്നു. ഒന്നിനെ അസാസേലിന് ചീട്ടുവീണയാടെന്നുള്ള നിലയിൽ അവിടെ മാറ്റി നിർത്തുന്നു, മറ്റേ ആടിനെ അറുക്കുന്നു. അതിൻ്റെ രക്തം കൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ കടന്നു പോകുന്നു. മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ആദ്യം രക്തം തളിക്കുകയല്ല, ആദ്യം ധൂപകലശത്തിൽ ധൂപം നിറച്ചുകൊണ്ട് കടന്നുപോയി അതിപരിശുദ്ധ സ്ഥലത്തെ മുഴുവനും, വിശേഷാൽ കൃപാസനത്തെ മൂടുമാറ് ധൂപം കൊണ്ട് നിറയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് രക്തം തളിക്കുന്നത്. അപ്പോൾ ആദ്യം ധൂപം നിറയ്ക്കുന്നു, 2 രക്തം നിറയ്ക്കുന്നു. അതിൻ്റെ വിശദീകരണം ഞാനിപ്പോൾ തരുന്നില്ല. നാളത്തെ മെസ്സേജിലോ അടുത്ത ആഴ്ചത്തെ മെസ്സേജിലോ കർത്താവ് വരാൻ താമസിച്ചാൽ സൺഡേയിൽ ആ വിഷയം പറയുന്നതാണ്. സൺഡേയിലെ മെസ്സേജുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതൊക്കെ. അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞത്? മഹാപുരോഹിതനകത്ത് പോകുന്നു, പിന്നത്തേതിൽ അവിടെ രക്തം തളിക്കുന്നു. അങ്ങനെ മടങ്ങി വന്നിട്ട് അസാസേലിന് ചീട്ട് വീണ ആടിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. പിന്നീട് രാത്രി കിടന്നുറങ്ങി. അടുത്ത ദിവസം പ്രഭാതം മുതൽ അടുത്ത വർഷം അതേ ദിവസം വരുന്നവരത്തേക്കും ഇവരുടെ പാപങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കൂടി വരുന്ന കാണാം അല്ലേ? അടുത്ത വർഷം അതേ സമയം ആകുമ്പോഴത്തേക്കും അവരുടെ പാപങ്ങൾക്ക് ഒരു പൊറുതി ലഭിക്കുകയാണ്, ഒരളവിൽ പൊറുതി ലഭിക്കുകയാണ്. പിന്നെയും ഇതിങ്ങനെ ഈ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന് വരാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ അതിൻ്റെ സമയം ആയിട്ടില്ല. കാലസമ്പൂർണതയിലാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ്.
വിശുദ്ധ മറിയ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. അടിയനിതാ നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ, വിശുദ്ധ പ്രജ എന്നിൽ ഉദയം ചെയ്യട്ടെ. പിന്നത്തേതിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നത്തേതിൽ പുത്രൻ ഭൂമിയിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് താനെ ക്രൂശിക്കപ്പെടുന്നു. പിന്നത്തേതിൽ ദൈവസഭയുടെ ആരംഭം കുറിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അവൻ ആത്മാവിനെ അളവ് കൂടാതെ നൽകുന്നവനാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് രംഗത്തേക്ക് വരുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് ഭരിച്ച് വഴി നടത്തുന്ന ഒരു കാലക്രമം വെളിപ്പെടുകയാണ്. അങ്ങനെ ഒരു ക്ലൈമറ്റ് സംജാതമാകുകയാണ്. അത് പുതിയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താ? ഈ പഴയ നിയമത്തിലുള്ള ആളുകൾക്ക് ഒന്നും ലഭിക്കാത്തൊരു ഭാഗ്യ പദവിയാണ് ഇവിടെ മറിയയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത് മറിയയിലാണ്. പിന്നത്തേതിൽ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ. മറിയയുടെ കാര്യത്തിലേക്ക് പറയുമ്പോൾ മറിയ 2 രീതി ഭാഗ്യവതിയല്ലേ? ഈ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി സ്വർഗം തന്നെ തിരഞ്ഞെടുത്തു. താൻ സമർപ്പിതയായിരുന്നു. ആ സമർപ്പണത്തിൽ തന്നെ നിന്നതുകൊണ്ട് തന്നിലൂടെ ആ കാര്യങ്ങളൊക്കെ സ്വർഗം നിവർത്തിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ടൊരു 33 വർഷക്കാലം ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് ഒടുക്കം ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ നടുവിൽ തന്നെ ക്രൂശിതനായി. അതൊക്കെ കഴിഞ്ഞ് നമുക്കറിയാം ഉദ്ധാനം ചെയ്ത ക്രിസ്തു പിന്നത്തേതിൽ അവർക്ക് പ്രത്യക്ഷനായതും. അങ്ങനെ 50-ാം ദിവസം അവർ മാളിക മുറിയിൽ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധ റൂഹ 50-ാം ദിവസം അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. അവരുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്കും കൂടിയിരുന്ന 120 പേരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ആ 120 പേരുടെ കൂട്ടത്തിൽ വിശുദ്ധ മറിയയുണ്ട്. മറിയയുടെ ഗർഭപാത്രത്തിൽ ക്രിസ്തു വന്നു. പിന്നത്തേതിൽ മറിയയുടെ ഹൃദയത്തിൽ ക്രിസ്തു വന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ക്രിസ്തു വരുന്നുണ്ട്. മറിയയ്ക്ക് മാത്രം ലഭിച്ചൊരു ഭാഗ്യപദവിയാണത്. ഒരു അസാധാരണമായ ഭാഗ്യം അല്ലേ? അതൊരു വല്ലാത്ത ഭാഗ്യപദവിയാണ്. ആട്ടെ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അബ്രഹാമിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് മറിയെ ഞാൻ മറു സൈഡിൽ കൊണ്ടുവന്നു. മറിയയ്ക്ക് ക്രിസ്തുവിനെ ലഭിച്ചു, വിശുദ്ധ പ്രജയെ ലഭിച്ചു. ആ സെയിം കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. വലിയവനായ ദൈവം നമ്മെ ആകർഷിക്കുകയാണ് തൻ്റെ പുത്രൻ്റെ ക്രൂശിങ്കിലേക്ക്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകുകയാണ്. മറിയയുടെ കാര്യത്തിൽ സംഭവിച്ച അതേ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരികയാണ്. അന്നേരം അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടുകയാണ്. പിതാവ് നമ്മെ ആകർഷിക്കുകയാണ് ക്രൂശിങ്കിലേക്ക്. അത്യുന്നതൻ്റെ ശക്തി അവിടെ നിഴലിടുകയാണ്. നമുക്ക് പാപബോധം വരികയാണ്. നാം നമ്മെ തന്നെ കാണുകയാണ്. നമ്മിലൊരു നന്മയും വസിക്കുന്നില്ല. മരണപാശങ്ങൾ നമ്മെ ചുറ്റിയിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. പാപത്തിൻ്റെ കയറുകൾ നമ്മെ വലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. വലിച്ചു നമ്മെ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ കൊണ്ടുപോകുമെന്ന് നാം തിരിച്ചറിയുകയാണ്. വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിൽക്കാനുള്ള ത്രാണി നമ്മുടെ മുട്ടിനില്ല. നമ്മുടെ അരയുടെ ഏപ്പ് ഇളകിപ്പോകും. വെള്ളസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വന്നാൽ നിന്റെ അരയുടെ ഏപ്പ് ഇളകിപ്പോകുന്നു. ബെൽസസറിൻ്റെ അരയുടെ ഏപ്പ് ഇളകിപ്പോയി എന്ന് വായിക്കുന്നില്ലേ? അതിലും ഭയങ്കരമായിരിക്കും. ആ ഭയാനകമായ നിമിഷം തിരിച്ചറിവുകളാണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ സറണ്ടർ ചെയ്യുകയാണ്. അവിടെ എന്താ സംഭവിച്ചത്? തുടർന്ന് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൻ്റെ തുടർച്ച എന്നോണം എല്ലാവരും ദൈവമക്കളാണോ എന്നുള്ള ചോദ്യത്തിന് അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ചില ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചില പ്രിയപ്പെട്ടവരൊക്കെ അതിനെക്കുറിച്ച് അവരുടെ സംശയങ്ങളും സന്ദേഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വളരെ കൃത്യമായ വിശദീകരണങ്ങൾ അവിടെ ആവശ്യമാണ്. വളരെ കൃത്യമായ വിശദീകരണങ്ങൾ. സാൽവേഷനുമായി ബന്ധപ്പെട്ടുള്ള ദൈവശാസ്ത്രമാണ് അവിടെ വെളിപ്പെടേണ്ടത്. രക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആഴത്തിലുള്ള ദൈവശാസ്ത്ര വിഷയങ്ങൾ അവിടെ വെളിപ്പെടേണ്ടതുണ്ട്. നമ്മൾ ഊഹാപോഹം പറയാൻ പറ്റില്ലല്ലോ. ഊഹാപോഹമൊന്നും അല്ല വേണ്ടത്. വളരെ കൃത്യമായ കാര്യങ്ങളാണ് പറയേണ്ടത്. ഈ പറയപ്പെടുന്ന നിമിഷങ്ങളിൽ ഉഴുതുമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിത്തകത്തേക്ക് വരുന്നത്. വിത്തകത്തേക്ക് വരികയാണ്. അവിടെ രക്ഷ സംഭവിക്കുകയാണ്. നാം ദൈവകുടുംബത്തിൽ ജനിക്കുകയാണ്. ദൈവകുടുംബത്തിൽ ജനിക്കുകയാണ്. വിശുദ്ധ പ്രജ നമ്മുടെ ഉള്ളിൽ വരികയാണ്. ഉള്ളിൽ മീൻസ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്.
നമ്മൾ രക്ഷകനെ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിലാണ് അത് സംഭവിക്കുന്നത്, മാനുഷിക ബുദ്ധിയല്ല. മാനുഷിക ബുദ്ധിയൊന്നുമല്ല, ഊഹാഭോഗങ്ങളൊന്നുമല്ല. പരിശുദ്ധാത്മാവിലാണ് അത് സംഭവിക്കുന്നത്. വിശുദ്ധ പ്രജ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ പറയപ്പെട്ട കാര്യത്തിലേക്ക്, മറിയയുടെ ലൈഫിൽ സംഭവിച്ച കാര്യത്തിലേക്ക് കൊണ്ടുവരിക. അത്യുന്നതന്റെ ശക്തി മറിയയുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉള്ളിൽ ഒരു വിശുദ്ധ പ്രജ വന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് മറിയ ഭാഗ്യവതിയാന്ന്, മറിയ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുക, ഈ സെയിം കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ നിഴലിട്ടു. പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ എൻ്റെ ഹൃദയത്തിൽ വന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണോ അല്ലയോ? സഹോദരങ്ങളെ, എനിക്ക് ഗ്രീൻ കാർഡൊന്നുമില്ല. എൻ്റെ പാസ്പോർട്ടൊന്ന് റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. അതിന് ഏത് കാലത്ത് കിട്ടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പാസ്പോർട്ട് റിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറയാം. എൻ്റെ കയ്യിൽ ചെന്നൈയിലുള്ള മദാമയുണ്ടല്ലോ, മദാമ അടിച്ച സീലുള്ള വിസയൊന്നും എൻ്റെ കയ്യിലില്ല. ഷെങ്കൺ വിസ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ഷെങ്കൺ വിസയില്ല, അമേരിക്കൻ വിസയില്ല, ഗ്രീൻ കാർഡില്ല, ഒരു കാർഡും എൻ്റെ കയ്യിലില്ല. ആകെയുള്ളത് റേഷൻ കാർഡാണ്. ഇങ്ങനെയൊക്കെയുള്ള ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആ പാസ്റ്റർ ഇന്നയാൾ അനുഗ്രഹിക്കപ്പെട്ടവനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? സജി പാസ്റ്റർ ബാംഗ്ലൂരിൽ ഏതാണ്ട് ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നവനാണ്. ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടും. അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും ഇടമില്ലാതെ. എൻ്റെ പൂർവന്മാരൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ഭക്തന്മാരായ ദൈവദാസന്മാർ. ഇപ്പം അധികം ആ പാട്ട് ആരും പാടാറില്ല. ഞാനൊരുത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടുമ്പോൾ നിങ്ങൾ എത്ര പേര് രാജിവെച്ച് പോകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ രാജിവെച്ച് പോയാലും കൊള്ളാം, പോയില്ലെങ്കിലും കൊള്ളാം, ഞാനിടയ്ക്കൊക്കെ പാടിയിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പാട്ട് പാടുന്ന പാർട്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ബൈക്ക് ഒരു 10-15 വർഷമായതുകൊണ്ട് സർക്കാർ പറഞ്ഞു ഇനി അത് ഓടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ അടച്ചിട്ട് അത് കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞു. ആദ്യം അവൻ കഴുകിക്കൊണ്ട് വന്നു. അപ്പോൾ പറഞ്ഞു ഒരു 5 വർഷത്തോടെ ഓടിച്ചോളാൻ പറഞ്ഞു. കുറച്ച് പൈസ സർക്കാരിന് കൊടുക്കാൻ പറഞ്ഞു. ആ കുറച്ച് പൈസയും കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ആണോ? എന്നെ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റും? ഈ പട്ടണത്തിൽ കോടീശ്വരന്മാരായ പാസ്റ്റർമാരുണ്ട്, കോടീശ്വരന്മാരായ അമ്പരചുംബികളായ ഫ്ലാറ്റൊക്കെയുള്ള ആൾക്കാർ, സിറ്റിയുടെ ഹാർട്ടായ ഭാഗത്തൊക്കെ താമസിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ആളുകൾ പൊതുവെ വിളിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ്, അനുഗ്രഹിക്കപ്പെട്ട ആളുകളെന്ന്. ഈ പട്ടണത്തിലൊരു പേര് കേട്ടൊരു അച്ചായി ഉണ്ടല്ലോ, ഇൻ്റർനെറ്റിൻ്റെ പിൻബലത്തിൽ പ്രസംഗിക്കുന്ന ഒരു അച്ചായി. പന്നം പിടിച്ച നോട്ടുകളൊക്കെ ധാരാളം, പന്നം പിടിച്ചുണ്ടോ ഇപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, പന്നം പിടിച്ച നോട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു അച്ചായി. അവിടെ 1 കോടി 2 കോടി എങ്ങാണ്ട ഒരു മാസം സ്വോത്രകാഴ്ച വരുന്നത്. എനിക്കറിയില്ല കേട്ടോ, സൂക്ഷ്മമൊന്നുമല്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 1-2 കോടി എങ്ങാണ്ടാണ് ഒരു മാസം സ്വോത്രകാഴ്ച വരുന്നത്. ദശാംശം ആൻഡ് സ്വോത്രകാഴ്ച. അവരനുഗ്രഹിക്കപ്പെട്ടവരാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് പറയും അനുഗ്രഹിക്കപ്പെട്ടവരാന്ന്. കാരണം 2-3 കോടിയല്ലേ ഒരു മാസം വരുന്നത്. അത് തന്നെയല്ല, അവർ സ്വോത്രകാഴ്ചയൊക്കെ ഇടാനായിട്ട് ബാങ്കിൽ പോയി പുതിയ കെട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പറിച്ചാൽ ഇടുള്ളൂ. എൻ്റെ കയ്യിൽ പഴയതും ദ്രവിച്ചതും പുഴുത്തതും ഒക്കെ എൻ്റെ കയ്യിലുള്ളൂ. അതൊക്കെയാണ് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതിൽ ആരാ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടത്? സൗരങ്ങളെ, ഈ പെന്തിക്കോസുകാരെ പിശാച് വഞ്ചിച്ച് കളഞ്ഞു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മുൻപോട്ടുള്ള കാര്യങ്ങൾ ഇനി പറയാൻ അധികം സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഞാൻ പതിയെ സ്റ്റോപ്പ് ചെയ്യും. എങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു കാര്യം കൊണ്ടുവരികയാണ്. അതായത് കത്തോലിക്ക സമൂഹത്തെ പിശാച് വഞ്ചിച്ച ഒരു കാര്യമാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയാണ് ഇതെന്നും പറഞ്ഞ് പിശാച് അവരെ പറ്റിച്ചു കളഞ്ഞു, വഞ്ചിച്ചു കളഞ്ഞു. ആ വഞ്ചനയിൽ കത്തോലിക്ക സമൂഹം കുടുങ്ങിപ്പോയി. അവർ യേശുവിൻ്റെ അമ്മയായ മറിയോടെ തങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നും ഈ കൊന്ത എത്തിക്കുന്നതെന്നൊക്കെയാണ് സാധുക്കൾ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ സൈറ്റാൻ നിർത്തിയിരിക്കുന്ന ഒരു മറിയാണത്. മറ്റേ മറിയെ പോലെയൊക്കെ തോന്നിക്കും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ഇത് വേറൊരു മറിയാണ്, ഇത് വ്യത്യസ്തയായൊരു മറിയാണ്, ഇത് അസൽ മറിയല്ല. അതുപോലെ തന്നെയാണ് ഇന്ന് കാണുന്ന സോക്കോൾഡ് പെന്തിക്കോസിൻ്റെ മുമ്പാകെ
പിശാച് നിർത്തിയിരിക്കുന്ന ഒരു യേശുവുണ്ട്. അനദർ ജീസസ് എന്ന് പറയും, വേറൊരു യേശു. വഞ്ചനയുടെ ആത്മാവിനാൽ നിർത്തിയിരിക്കുന്ന മറ്റൊരു യേശു. ആ യേശു ഇടുകുടുക്കെ ചോറും കറി എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ ഇട്ട് തരുന്ന, എല്ലാം ഇങ്ങനെ നിധി തുറന്നു തരിക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നാട്ടിൽ? നിധിയൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞ പോലെയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് 100 രൂപ കൊടുത്താൽ മതി 1000 തിരിച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. 1000 കൊടുത്താൽ 10,000 തിരിച്ച് കിട്ടും. 1 വെച്ചാൽ 2 കിട്ടും എന്നൊക്കെ പറയുന്നത്. ആ യേശു ബൈബിൾ പഠിപ്പിക്കുന്ന നസ്രായനായ യേശു അല്ല, ക്രൂശിതനായ ക്രിസ്തുവല്ല. ക്രൂശിതനായ ക്രിസ്തുവിനെയൊക്കെ നമ്മൾ അടുത്ത് പരിചയപ്പെടണം. നിൻ്റെ ഈ കളിയൊന്നും അവിടെ ചിലവാകില്ല കേട്ടോ. ഇതെല്ലാം വ്യാജത്തിൻ്റെ ആത്മാവിനാൽ പ്രസംഗിക്കപ്പെടുന്ന യേശുവാണ്. ഇന്ന് പ്രസൻറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഈ യേശു എന്ന് പറയുന്ന ആരാ? വ്യാജത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന യേശുവാണിത്. ആ യേശുവിൻ്റെ പേര് പറഞ്ഞാണ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ലളിതസുന്ദര മലയാളത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അബ്രഹാം ദൈവശബ്ദം കേട്ട് ഇറങ്ങി നിന്നപ്പോൾ ഈ പറഞ്ഞത് എല്ലാം കൊടുത്തെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി സമർപ്പിതയായ മറിയയ്ക്ക് ഈ പറയുന്ന ബെൻസും BMW ഒന്നും കിട്ടിയില്ല. മറിയയ്ക്ക് നസ്രത്തിൽ 30-40യുടെ 2 സൈറ്റോ 3 സൈറ്റോ ഒന്നും കിട്ടിയില്ല. കിട്ടിയോ? ഇതൊന്നും കിട്ടിയില്ല. ഇറങ്ങി തിരിച്ച നിമിത്തം നിന്നെ അപമാനമാണ് കിട്ടിയത്. പിന്നെ ഒടുക്കം നിങ്ങൾ പറഞ്ഞതുപോലെ ഉള്ളിലൂടെ ഒരു വാളാ കടന്നുപോയത്. കിട്ടിയ കാര്യങ്ങൾ അതൊക്കെ. പക്ഷെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് എന്താ? മറിയയ്ക്ക് ലഭിച്ച ബോധ്യം, തനിക്ക് ലഭിച്ചതെന്താ? ക്രിസ്തുവിനെയാണ് തനിക്ക് ലഭിച്ചത്. വിശുദ്ധ പ്രജ തൻ്റെ ഉള്ളിൽ വന്നു. ഭാഗ്യവതിയാണ് താൻ. ദൈവം തന്നെ തെരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി. സഹോദരങ്ങളെ, നിങ്ങൾ അതിലേക്ക് വാ. നിങ്ങൾ അതൊന്ന് തിരിച്ചറിയുക. ഈ വ്യാജന്മാരുടെയും വഞ്ചകരുടെയും ഒക്കെ പ്രസംഗം കേൾക്കുന്നവരാരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്ത്. ആ കേൾവിയൊക്കെ അവസാനിപ്പിക്കുക. വെളിപ്പാടിലേക്ക് വാ. ഒരുവൻ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തത്സമയം മുതൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മൾ മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ പറയും, അവൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അതിൻ്റെ അഡ്വാൻസാണ് ഈ ലഭിച്ചിരിക്കുന്നത്. ഉള്ളിൽ വന്നു കഴിഞ്ഞു കേട്ടോ. ജോയി ബ്രദർ വരാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. ഉള്ളിൽ വന്നു കഴിഞ്ഞെന്ന്. വിശുദ്ധ പ്രജ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഇനി നാം അവനോട് ഒത്തു നടക്കണം. 2 പേർ തങ്ങളിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റുമെന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. അങ്ങനെ അവനോട് ഒത്തു നടക്കണമെങ്കിൽ നാം നുകത്തിൻ കീഴിലേക്ക് വരണം. ചുമ്മാ അങ്ങനെ നടക്കാൻ പറ്റില്ല. നുകത്തിൻ കീഴിലേക്ക് വരണം. നുകത്തിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ കർത്താവും മറു സൈഡിൽ നമ്മളുവാ. അങ്ങനെയാണ് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ മിണ്ടിപ്പറഞ്ഞാണ് പോകുന്നത്, അല്ലേ? അങ്ങനെ പോകുമ്പോഴാണ് തൻ്റെ പദ്ധതിയുടെ ചുരുളുകളൊക്കെ നമുക്ക് തുറന്നു തരുന്നത്. കാര്യപരിപാടികൾ നമ്മുടെ മുമ്പാകെ തെളിഞ്ഞു വരും, വെളിപ്പെട്ടു വരും. വെളിപ്പാടുകളിലാണ് പിന്നെ നടക്കുന്നത്. ആ നടപ്പ് അവസാനിക്കുന്ന എവിടെയാ? കഴിഞ്ഞ ദിവസം പറഞ്ഞാലും വിശുദ്ധ പർവ്വതത്തിലാണ്. ഈ നടപ്പിലാണ് നാം ആ മഹത്വം പ്രാപിക്കേണ്ടത്. തൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചെന്ന പത്രോസ് പറയുന്നത്. അപ്പോൾ വീര്യത്തോടു കൂടി നാം നടക്കേണ്ടതുണ്ട്. സത്യക്രിസ്ത്യാനിത്വത്തിനകത്തൊരു വീര്യമുണ്ട്. ചതഞ്ഞെന്ന് പറഞ്ഞല്ല പോകേണ്ടത്. പഴങ്കഞ്ഞി കുടിച്ചതുപോലെ വാടിത്തളർന്ന് എന്ന് അനുഗ്രഹിക്കപ്പെടുവോ? നീ നൂറ്റാണ്ടിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്കും സംശയമാണ്. നീയും കൊള്ളാം, നിൻ്റെ പാത്രം കൊള്ളാം. അനുഗ്രഹത്തിൻ്റെ ഡെഫിനേഷനാണ് ഈ പറഞ്ഞത്. ചെവി തുറന്ന് കേക്ക്. എന്നിട്ട് നാളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ചെവി വട്ടം പിടിച്ച് കേക്ക്. വിശുദ്ധ മറിയ ഭാഗ്യവതിയാണ്. ഏതർത്ഥത്തിൽ നിന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. മറിയ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഏതർത്ഥത്തിലാ? അബ്രഹാമിന് കിട്ടിയ ആടുമാടുകളെല്ലാം മറിയയ്ക്ക് കിട്ടിയോ? അങ്ങനെയെങ്കിൽ ഈ കനത്ത വെളിപ്പാടിലേക്ക് നമുക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? ഈ പറഞ്ഞത് ഒന്നും കിട്ടാത്ത മറിയ ഭാഗ്യവതിയാണ്, മറിയ അനുഗ്രഹിക്കപ്പെട്ടവളാണെങ്കിൽ. യെസ്, ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ? പിന്നെ ഇവിടെയുള്ള ആ സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമുക്കൊന്ന് അടുപ്പിച്ചു കൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞേനെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതിനല്ലേ അബ്രഹാമിൻ്റെ മറ്റൊരു കൊച്ചുമോൻ പൗലോസ് പറഞ്ഞത് ഇതെല്ലാം ചവറാന്നുള്ളത്. മറ്റൊരു കൊച്ചുമോനാ പത്രോസ്. പുള്ളി എന്നാ പറഞ്ഞത്? എല്ലാം കത്തിച്ച് കളയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചവറായ സാധനങ്ങൾ, കത്തിച്ച് കളയാനിരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം അനുഗ്രഹമാണെന്ന് പഠിപ്പിക്കുന്നവർ പെന്തക്കോസ്തുകാർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു കൂട്ടരും അത് പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ബ്രദറുകാർ ബാപ്റ്റിസ്റ്റുകാരൊന്നും അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ പെന്തിക്കോസുകാരും അല്ല, ന്യൂജൻ പെന്തിക്കോസ്റ്റും അവരുടെ ആത്മാവുള്ള പെന്തിക്കോസും. അവരുടെ ആത്മാവുള്ള പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പെന്തിക്കോസിൽ 90% അവരുടെ ആത്മാവാണ്. 90% അവരുടെ ആത്മാവാണ്, ന്യൂജനാത്മാവാണ്. ഇപ്പം ഞാൻ പറഞ്ഞ വ്യാജത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണെങ്കിൽ ഇങ്ങനത്തെ വ്യാജങ്ങൾ ജനത്തെ ധരിപ്പിക്കുമോ? എന്തുകൊണ്ടാണ് ഈ ജനം തൂങ്ങി തൂങ്ങി നിൽക്കുന്നത്? കോഴിക്ക് വസന്ത വന്നതുപോലെ. അവർക്കൊരു പ്രതീക്ഷയാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും, മാനിക്കുമെന്ന്. മറിയ ഇവിടെ മാനിക്കപ്പെടുകയല്ലേ? മറിയ ഇവിടെ അനുഗ്രഹിക്കപ്പെടുകയല്ലേ? നോക്കണം, യഹൂദ മലനാട്ടിൽ അല്ലെങ്കിൽ യെരുശലേമിൽ ഹെരോദാവിൻ്റെ കൊട്ടാരമുണ്ട്. അവിടെ എന്തുമാത്രം രാജകുമാരികളാണ് ഉള്ളത്. ആ രാജകുമാരികൾക്കെല്ലാം ഗർഭപാത്രമുള്ള രാജകുമാരികളാണ്. ഗർഭപാത്രം ഇല്ലാത്ത രാജകുമാരികൾ ആരുമില്ല. അപ്പോൾ ഏതെങ്കിലും രാജകുമാരിയുടെ ഉള്ളിൽ വന്നാലും മതി. ഇതുപോലെ ഈ അത്താഴപ്പണ്ടിക്കാരുടെ വീട്ടിലേക്ക് വരണോ? കുറുപുറാവ് മാത്രമുള്ള ഒരുത്തിയുടെ വീട്ടിലേക്ക് വരണോ അത്യുന്നതനായ ദൈവം? നോക്കണം, സ്വർഗം തിരഞ്ഞെടുത്തത് ആരെയാ? ആ സമർപ്പണത്തിൽ നിന്ന് ഇളകാത്ത ഒരുവളെയാണ് തിരഞ്ഞെടുത്തത്. ചരിത്രത്തിൽ സ്വർഗത്തിന് പറയണം, പ്രസൻറ്റ് ചെയ്യണം ഒരു മറിയെ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടി തൂങ്ങുന്ന മറിയല്ല. അതും ഇതും കാണുമ്പോൾ അതാണോ ഇതാണോ ഏതാണോ ഒന്നും അറിയാത്ത നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ നടക്കുന്ന അനേകം മറിയമാരുള്ള ലോകത്ത്, നിലാവത്തെ അഴിച്ചുവിട്ട കോഴിയെപ്പോലെ അനേകം മറിയമാർ നടക്കുന്നത്. അതുപോലെയല്ലെന്ന് ഈ മറിയ ഇളകുന്ന മറിയല്ല. സ്വർഗത്തിനറിയാം കൃപ ലഭിച്ച മറിയ. രാജകുമാരിമാർ ഒത്തിരി ഉണ്ടെന്ന് കേട്ടല്ലോ. എന്നിട്ടും ഈ മറിയ തിരഞ്ഞെടുത്തത്. ചില്ലറ കാര്യമാണോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മറിയ ഭാഗ്യവതിയാണ്, മറിയ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിലുള്ള മറിയമാർക്ക് ഇത് മനസ്സിലാകാത്തത്? ഈ പ്രസംഗം ഇതുപോലെയല്ലാതെ എങ്ങനെ പ്രസംഗിക്കും ഞാൻ? ഇത് കേട്ടിട്ടും മറിയമാർ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല, തലയ്ക്ക് മീതെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ മറിയ, നീ ഇത് ഏത് കാലത്ത് നീ ഇതൊക്കെ കേട്ട് നന്നാവൂ? എൻ്റെ പൊന്നു മറിയേ, നീ ഇത് ഏത് കാലത്ത് ഇതൊക്കെ ഗ്രഹിക്കും? ഞാൻ പറഞ്ഞല്ലേ, ആളുകളെയൊക്കെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കോഴി തൂങ്ങിയിരിക്കുന്ന പോലെ തൂങ്ങിയിരിക്കുന്ന പരുവത്തിലാക്കി കളഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷകരാണ്. അവർക്ക് വെളിപ്പാടില്ല. വെളിപ്പാടുണ്ടെങ്കിൽ ഈ വെളിപ്പാട് അവർക്ക് കൈമാറണ്ടേ? നാം ഭാഗ്യം ചെയ്ത ജനമാണ്. ഇതുപോലൊരു ജാതി ഉണ്ടോ എന്നൊക്കെ പണ്ട് പാട്ട് പാടിയവരല്ലേ. ഇന്നങ്ങനെ നമ്മൾ പാടുവോ? നമുക്കതിനെയൊന്നും അർത്ഥവും വ്യാപ്തിയൊന്നും ഇന്നും മനസ്സിലാകുന്നില്ലെന്നേ. നമ്മളെ ആരാണ്ടൊക്കെ പറഞ്ഞു പറ്റിച്ചു. കാറും വീടും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അതാണോ അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം? അതാണോ പുസ്തകം പഠിപ്പിക്കുന്ന ഭാഗ്യാവസ്ഥയും അനുഗ്രഹാവസ്ഥ എന്നൊക്കെ പറയുന്നത്? അതാണോ? അങ്ങനെയെങ്കിൽ മറിയ അനുഗ്രഹിക്കപ്പെട്ടവൾ അല്ലെന്ന് പറയേണ്ടി വരും. മറിയ ഭാഗ്യവതി അല്ലെന്ന് പറയേണ്ടി വരും. മറിയെ നമ്മൾ ആദിയോടന്തം കാണുമ്പോൾ ഒടുക്കം വരെ നമ്മൾ മനസ്സിലാക്കുന്നത് മറിയയുടെ ഭർത്താവ് ഒരു കാർപ്പൻ്റർ തന്നെയായിരുന്നു. ഇങ്ങനെ വിശുദ്ധ പ്രജ ഉള്ളിൽ വന്നതിൻ്റെ പേരിൽ മറിയയ്ക്കും ജോസഫിനും വിസ കിട്ടി അമേരിക്കയിലേക്കൊന്നും പോയില്ല. അമേരിക്കയിലെ മെറിലാൻഡിലേക്കൊന്നും പോയില്ല. അവിടെ ചെന്ന് നമ്മുടെ കൊച്ചമ്മമാരുടെ അയൽവാസിയായിട്ടൊന്നും മറിയ പാർക്കാനായിട്ട് പോയില്ല. പോയോ? വിസയൊന്നും കിട്ടിയില്ലെന്ന്. ഒരു വിസയും കിട്ടിയില്ല. പിന്നീട് യേശു കർത്താവ് എങ്ങനെയാണ് ജീവിച്ചത്? ആ ഭവനത്തിൽ ഒരു തച്ചൻ എന്നുള്ള നിലയിൽ തന്നെയല്ലേ ജീവിച്ചത്? അതൊക്കെ പഠിക്കണം, നമ്മൾ ആഴത്തിൽ പഠിക്കണം. ക്രിസ്തു പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന നിമിഷമുണ്ട്. യോർദാൻ്റെ കരയിലേക്ക് വരുന്നൊരു നിമിഷം. ആ വരുന്നത് എവിടെന്നാ? തച്ചൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് കരയ്ക്ക് കയറി വന്ന് നിന്ന് വർത്തമാനം പറഞ്ഞ് യഹൂദന്മാർ പെട്ടെന്ന് സമ്മതിക്കുമോ? ഇന്നലെ വരെ കണ്ട തച്ചൻ ഇപ്പോൾ വർത്തമാനം പറയുക. അതുകൊണ്ടാണ് പ്രമാണിമാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത്. അതൊരു ദൈവശബ്ദമായിട്ട് അവർക്ക് കൂട്ടാൻ കഴിയാത്തത്. ഇപ്പം നമ്മൾ ഇതുപോലെയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രസംഗങ്ങൾ കേട്ടിട്ട് പല പെന്തക്കോസുകാർക്കും മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? അവരുടെ ഉള്ളിൽ ചില സങ്കല്പങ്ങളുണ്ട്. പ്രസംഗി ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളത്. ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടതായിരിക്കണം, അല്ലെങ്കിൽ പ്രസിദ്ധനായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരു ഫ്രെയിമുണ്ട് അവർക്ക്. ആ ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രസംഗിച്ച് അവർ അംഗീകരിക്കും. ആ ഫ്രെയിമിലൊന്നും കയറാൻ മനസ്സില്ലെന്നേ നമുക്ക്. അങ്ങനത്തെ ഫ്രെയിമിലൊന്നും നിന്ന് പ്രസംഗിക്കണ്ട. അപ്പോൾ ഞാൻ ഈ വെളിപ്പാടുകളെല്ലാം ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ അഞ്ചലുകാരൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങളും കൂടി ആവശ്യമായിരുന്നു. അതിലേക്ക് കടക്കാൻ പറ്റിയില്ല. സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിച്ചാൽ, ആയുസ്സും ആരോഗ്യം തന്നാൽ
നമുക്ക് അടുത്ത ആഴ്ച അതിലേക്കും കൂടി ഒന്ന് കടക്കാം. ഏതായാലും ഇത്രയായി. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച അതിലേക്കും കൂടെ കടന്ന് അതിൻ്റെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണോന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. അതിലേക്കൊക്കെ നമുക്ക് അടുത്ത ആഴ്ച പോകാം. ഇപ്പോൾ സമയം വളരെ വൈകി. അപ്പോൾ ഈ വൈകിയ സമയത്ത് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. കേൾക്കപ്പെട്ട കാര്യങ്ങൾ മറിയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, എന്നിട്ട് തലയെടുപ്പോടെ നടക്കുക. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എൻ്റെ ഉപനിധി എന്ന് പറയാനുള്ള തൻ്റെ ഇടവും ബോധ്യവും വേണം. ആ തലയെടുപ്പോടുകൂടി ഈ ഭൂമിയിൽ നമ്മൾ അന്യരും പരദേശികളുമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം കേട്ടോ. ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുമ്പോൾ നിശ്ചയമായും ആ ബോധ്യങ്ങളിൽ നമ്മൾ നടക്കേണ്ടതാകുന്നു. കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു.